ഹലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രഭാത വന്ദനം, അതോടൊപ്പം എന്റെ നമസ്കാരം, നമസ്തേ. ഇന്ന് നമ്മുടെ ക്ലാസ്സിന്റെ അതായത് ഷഡ്ദർശന പഠനത്തിന്റെ 3-ാമത്തെ ദിവസമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നിങ്ങളെ എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച കൂടി എത്തിയിരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കേണ്ട ഒരു ദിവസമാണ്. അതായത് ശാന്തമായിട്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും വിടുതൽ, സ്വാതന്ത്ര്യം നേടിക്കൊണ്ടിരിക്കേണ്ട ഒരു ദിവസമാണ് ശരിക്കും പറഞ്ഞ സൺഡേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകിച്ച് ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് നമുക്ക് നിർബന്ധമില്ല. കാരണം നമ്മൾ എപ്പോഴും സ്വതന്ത്രരായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മനസ്സ്. ആ മനസ്സിൽ എപ്പോഴും സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. ഉള്ളിൽ ആരെങ്കിലും കെട്ടുകൾ ഇട്ട് നമ്മളെ ബന്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ ദിവസം യോഗ ചെയ്യുന്നതിന്റെ ഒരു ഗുണം. മാനസികമായും ശാരീരികമായും നമ്മൾ നേടുന്ന ഒരു ശക്തിയുണ്ട്. അത് ഏത് ബന്ധനത്തെയും പൊട്ടിച്ചെറിയാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അത് മറ്റുള്ളവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതും അല്ലെങ്കിൽ അവരെ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഓരോ ഞായറാഴ്ചകളിലും നമ്മൾ ആനന്ദത്തിൽ എല്ലാവരും ഒരു റിലാക്സേഷൻ മൂഡിലേക്ക് പോകുമ്പോഴും നമ്മൾ എല്ലാ ദിവസവും റിലാക്സേഷൻ മൂഡിലേക്ക് പോവുകയും അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ആനന്ദിക്കുകയും അല്ലെങ്കിൽ സന്തോഷിക്കുകയും അതിൻ്റെ അപ്പുറം ആനന്ദിക്കുകയും ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് സൺഡേ. അതിൻ്റെ ഒരു പ്രത്യേകത അതായത് നമ്മുടെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ യോഗ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം 2 ക്ലാസ് ആണ്. ഒന്ന് നമ്മുടെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, നമ്മുടെ ഗസ്റ്റ് അധ്യാപകർ എടുക്കുന്ന സ്പെഷ്യൽ ക്ലാസ്. അത് നമുക്കൊരു വെറൈറ്റി ക്ലാസ് ആണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന തിയറി ക്ലാസ്. അതിന്റെ ഇപ്പോഴത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഷഡ്ദർശനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഭാരതീയ ശാസ്ത്രത്തെ കുറിച്ച് എപ്പോഴെങ്കിലും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷഡ്ദർശനങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ചോദിക്കും, പഠിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പഠിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും പറയും പ്രകൃതിയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ശക്തനായത് മനുഷ്യൻ തന്നെയാണെന്നുള്ളതാണ്. മനുഷ്യൻ ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, അത് അങ്ങനെയല്ലല്ലോ, പ്രകൃതിയല്ലേ ഏറ്റവും ശക്തി കൂടിയത്. ഞാൻ പറയുന്ന രീതിയിൽ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കിയോളൂ. നമ്മൾ മനുഷ്യനാണ് ശക്തൻ ആണ് എന്ന് എനിക്ക്, പ്രകൃതിയേക്കാൾ അപ്പുറം ശക്തനാണെന്ന് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറയുന്നത്. നമ്മൾ കെട്ടിപ്പോകുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ കണ്ടുപിടിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മാനസിക ശക്തി ഉപയോഗിച്ചിട്ടാണ്. മനസ്സിന്റെ അതുല്യമായ, അതായത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അതായത് ഇന്നേ വരെ ഒരു പുരാണ കാലത്ത് മുതൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഉണർന്നിട്ടുണ്ടെങ്കിൽ ഈ 1950 ശേഷം പെട്ടെന്നായിരുന്നു കുതിച്ചാട്ടം. ആ ഉയർച്ച നമുക്കുണ്ടായത് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള തരംഗങ്ങളെ വളർത്തിയിട്ടാണ്. എന്നാൽ ഈ മനുഷ്യനുണ്ടാക്കി വയ്ക്കുന്ന പല കാര്യങ്ങളെയും പ്രകൃതി നശിപ്പിച്ചു കളയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? നമുക്ക് മനുഷ്യൻ പോസിറ്റീവ് എനർജി ഉള്ളവരുണ്ട്, നെഗറ്റീവ് എനർജി, അതായത് നല്ല മനുഷ്യരുണ്ട്, ചീത്ത മനുഷ്യരുണ്ട്. ഈ ചീത്ത മനുഷ്യരൊക്കെ എല്ലാം നശിപ്പിക്കാൻ ഉണ്ടാക്കിയവരാണ്. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും പറയുന്നു പ്രകൃതി നമ്മളെക്കാൾ ശക്തനാണ് എന്ന് പറയുമ്പോൾ ആ ശക്തി നമ്മൾ കാണിക്കുന്നത് പ്രകൃതി സംഹാരതാണ്ഡവം ആടുമ്പോഴാണ്. അതായത് അതിന്റെ രൗദ്ര ഭാഗം എടുത്തിട്ട് നമ്മൾ നശിപ്പിക്കുമ്പോഴാണ് നമ്മൾ പറയും, കണ്ട പ്രകൃതിയുടെ ശക്തി കണ്ടോ. ആ പ്രകൃതിയുടെ ശക്തി കണ്ടോ എന്ന് നമ്മൾ പറയുന്നു പ്രകൃതി നമ്മളെ നശിപ്പിക്കുമ്പോഴാണ്. അതായത് പ്രകൃതിയുടെ നെഗറ്റീവ് ശക്തി, അതൊരിക്കലും നമ്മൾ നന്മ കാണില്ല, അതൊരു നന്മയല്ല. മോശം മനുഷ്യരുടെ പ്രവർത്തികൾ നമ്മൾ ഒരിക്കലും നന്മയായി കാണുന്നില്ല. അത് നല്ല മനുഷ്യരുടെ ശക്തിയാണ് നമ്മൾ ശക്തി. ഇപ്പൊ ചന്ദ്രയാൻ മുകളിലേക്ക് വിട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുടെ ശക്തി എത്രമാത്രം ഉണ്ട് എന്നുള്ളത്, ആ കഴിവ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ വിട്ടപ്പോൾ. അതാണ് ശക്തി എന്ന് പറയുന്നത്. ഇവിടെ പ്രകൃതി ദുരന്തങ്ങളെ ശക്തിയായിട്ട് കാണുന്നതിനെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒറിജിനൽ ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ കയ്യിൽ തന്നെയാണെന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ കൂടി ഒന്ന് ചിന്തിക്കൂ എന്നാണ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് പ്രകൃതി നടത്തുന്ന ദുരന്തങ്ങളെ നമ്മൾ ശക്തിയായിട്ട് കാണുന്നു. നമ്മൾ ഒരിക്കലും ഒരു ഗുണ്ടകൾ വന്ന് നമ്മുടെ വീട് ആക്രമിക്കുക നമ്മൾ പറയും അവർ ശക്തരാണിത്, അതാണ് ശക്തി എന്ന് നമ്മൾ എന്തെങ്കിലും പറയാറില്ല. പക്ഷെ നമ്മൾ ചിന്താഗതി മാറ്റേണ്ടിയിരിക്കുന്നു. പ്രകൃതി നടത്തുന്ന സംഹാരതാണ്ഡവം പ്രകൃതിയിലും നെഗറ്റീവ് എനർജി ഉണ്ട്. അവനാണ് ആ പ്രകൃതിയുടെ പോസിറ്റീവ് എനർജിയെ നശിപ്പിക്കാൻ പോകുന്നത്.
അതിനൊരിക്കലും ശക്തി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും അതിന് അനുകൂലമല്ല. പോസിറ്റീവ് എനർജി എന്നൊക്കെ നമുക്ക് പ്രകൃതി തരുന്നുണ്ടോ? അതാണ് ശരിക്കും പ്രകൃതിയുടെ ശക്തി. നമ്മുടെ പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ശക്തി. നമ്മുടെ നെഗറ്റീവ് എനർജി ഒന്നും ശക്തിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഈ ഞായറാഴ്ച എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറയാനുള്ള ശക്തി ഏതാണ്? പ്രകൃതിക്കാണ് ശക്തി കൂടുതൽ, മനുഷ്യനാണ് ശക്തി കൂടുതൽ? ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മനുഷ്യനാണ് ശക്തി കൂടുതൽ. ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് വിശ്വസിക്കണം നിർബന്ധമില്ല, അത് ഫോളോ ചെയ്യുന്നത് നിർബന്ധമില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഒരു കാര്യം ഞാൻ ഇട്ട് തന്നു എന്ന് മാത്രം കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങി വയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കോട് കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വായിച്ചിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് അവിടെ ഇരുന്ന് മെസ്സേജ് അയച്ചിട്ട് ഞാൻ അത് വായിക്കാതെ പോകുമ്പോഴും, അതുപോലെ തന്നെ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഞാൻ കാണാതെ പോകുമ്പോഴും സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകും. റേഡിയോ പോലെ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടിരിക്കേണ്ട നമ്മുടെ ക്ലാസ് അങ്ങനെയല്ല. ഓഫ്ലൈൻ ക്ലാസ്, അതായത് സാധാരണ ക്ലാസ് നടക്കുന്ന അതേ ഫീലിങ്ങോട് കൂടി തന്നെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണാനും കേൾക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങളെ എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളിലൂടെ എനിക്ക് നിങ്ങളെ കേൾക്കാൻ സാധിക്കുന്നു. അല്ലാതെ കാണാൻ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് പറ്റുന്നു. പക്ഷെ നിങ്ങളുടെ മെസ്സേജ് വരുമ്പോൾ എനിക്ക് നിങ്ങളെ കേൾക്കാനും പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഓരോ മെസ്സേജും ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ മെസ്സേജ് അയക്കാത്തവരെ എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊക്കെ മൂകരാണ്, അതായത് അന്ധനാണെന്ന് പറയാൻ പറ്റില്ല, അവർ നിങ്ങളെല്ലാം മൂകരായിരിക്കുന്നു എന്നുള്ള. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ എനിക്ക് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് വരണം. അപ്പൊ നിങ്ങളുടെ മെസ്സേജ് ഞാൻ വായിച്ചിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, ആദ്യത്തെ മെസ്സേജ് അതുപോലെ ബിന്ദു ജോൺസ് ആണ്. സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് ബിന്ദു സുപ്രഭാതം. അതുപോലെ തന്നെ പ്രേമ ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട്, നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറെ നമസ്കാരം. അതുപോലെ തന്നെ ഷീല ടീച്ചർ നമസ്തേ പറഞ്ഞ ടീച്ചറെ നമസ്തേ. ഇനി പേര് മാത്രം ഞാൻ വായിക്കാം. ഗീത ഭാഗ്യനാഥ്, അതുപോലെ സന്ധ്യ വിശ്വംഭരൻ, സുധാ മുരളീധരൻ, ഇന്ദിര രവീന്ദ്രൻ, സരോജിനി രഘുനാഥ്, മിനി ചന്ദ്രമാല മേനൻ, അതുപോലെ മിനി തങ്കം, ഉഷ ശശീന്ദ്രൻ, ഭവാനി ചേച്ചിയുണ്ട്, അതുപോലെ തന്നെ ബിന്ദു സുധാകരൻ, മിനി എന്നും, പ്രീത പ്രശാന്ത്, അതുപോലെ രാധാമണി, ജയൻ, ശ്രീജ ടീച്ചർ, ശ്രീകല കെ, സ്മിജ പി കെ, ലതിക തിരക്കാണെന്ന് പറഞ്ഞു, എന്നാലും ലതിക ഇത് ജോയിൻ ചെയ്തിട്ടുള്ള സന്തോഷം. ഓക്കെ, അതുപോലെ ജയ ഉണ്ണി, ജയ രാമകൃഷ്ണൻ, അതുപോലെ ഗീത ഹരിദാസ്, ലസിത വിജയൻ, ജയ രാധാകൃഷ്ണൻ, അതുപോലെ ഉഷ ശശീന്ദ്രൻ, നിർമ്മല, ശശി, പ്രീത പ്രശാന്ത് ശരിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു പോയിന്റ് നിങ്ങൾക്ക് അങ്ങ് ഇട്ട് തന്നു എന്നുള്ളൂ, ചിന്തിക്കാൻ വേണ്ടി ചെറിയൊരു പോയിന്റ് നിങ്ങൾക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിന്തിച്ചു നോക്കുക. അങ്ങനെയാണ് നമ്മൾ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ടത്. അപ്പോഴാണ് പുതിയ പുതിയ ആശയങ്ങൾ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നിട്ട് നിങ്ങൾ മടി പിടിച്ചിരിക്കുക, അയ്യോ ഞാൻ അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു പുരോഗതി ഇല്ല എന്നർത്ഥം, ഒരു മാറ്റവും ഇല്ല എന്നാണ് അതിനർത്ഥം. നിങ്ങൾ യോഗ പഠിക്കാൻ വന്നു, പഠിച്ച് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നു, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി എന്നുള്ളതാണ്. അയ്യോ യോഗ പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടാൻ താല്പര്യമില്ല, അതായത് 5 മണിക്ക് എഴുന്നേറ്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ 7 മണിക്കേ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് മാറ്റം വലിയ കാര്യമായിട്ട് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല, ഒരു 50% ഉണ്ടായി എന്ന് പറയാം. പക്ഷെ ഫുൾ നിങ്ങൾക്ക് മാറ്റം ഉണ്ടായി എന്ന് പറയുന്നെങ്കിൽ ഇങ്ങനെ തന്നെ സംഭവിക്കുന്നുള്ളത് കേട്ടോ. ഓക്കെ, യെസ്. പ്രീത പ്രശാന്ത്, ഇപ്പോഴും എനിക്ക് മാഷിനെ കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞിട്ട്, ഇപ്പോ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്ന പ്രതീക്ഷിച്ച് അവിടെ ഇരുന്ന് ഈ ബുക്കൊക്കെ എടുത്ത് മുമ്പിൽ വെച്ചിട്ട് പെന്നും കയ്യിൽ വെച്ചിട്ട്, ആ പെൻ എടുക്കാത്തവരൊക്കെ എടുത്തു വെച്ചോളൂ. ഒരുപാട് എഴുതി വെക്കാനുണ്ട്. ഇത് ചെറിയൊരു സബ്ജക്റ്റ് അല്ല, വലിയൊരു സബ്ജക്റ്റാണ്. ഇനി ഇതുപോലെ ഒരു വിഷയം നിങ്ങൾക്ക് എപ്പോഴും കിട്ടുമെന്ന് വെച്ചാൽ കിട്ടില്ല എന്ന് ഞാൻ പറയാം. പക്ഷെ ഇതിൽ ഇങ്ങനെ എഴുതി പോവും. ഇത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത ആഴ്ചക്ക് മുമ്പ് ഒന്നുകൂടി എടുത്ത് വായിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് അവിടെ ഉറയ്ക്കും എന്നുള്ള ഉറപ്പാണ്. നമ്മൾ അത്ര സിമ്പിൾ ആയിട്ട്, വളരെ കട്ടി കൂടിയ ഒരു സബ്ജക്റ്റ് ആണ്, പക്ഷെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പഠിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചോളണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് മനസ്സിലാവില്ല. വെറുതെ വായിച്ചാൽ പിന്നെ മനസ്സിലാവില്ല. ഈ പിന്നീട് നിങ്ങൾക്ക് എഴുതി വെച്ച് മാത്രം വായിച്ചാലും നിങ്ങൾക്ക് കുറെ മനസ്സിലാവുന്നത്. അതുകൊണ്ട് പെൻ ഉണ്ടാവണേ. ഓക്കെ, പിന്നെന്താണ്, പിന്നെ വന്നതില് ലതികയുടെ മെസ്സേജ് ഉണ്ട്, നമോഭാഗം അയച്ചു കാണാൻ. ഇടയ്ക്ക് കുഴപ്പമില്ല, ഇടയ്ക്കൊക്കെ ചിലത് മിസ്സാവുമ്പോഴാണ് നമ്മളിൽ നിന്നും പലതും മിസ്സാവുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, യെസ്. അതുപോലെ ഉഷ ശശീന്ദ്രൻ, നന്മയുള്ള മനുഷ്യരാണ് പക്ഷേ ഏറ്റവും ശക്തിയുള്ളവർ. തീർച്ചയായിട്ടും നന്മയുള്ളവർ തന്നെയാണ് ശക്തിയുടെ കാര്യത്തിൽ. ഇത് മറ്റൊരു നമ്മൾ പറഞ്ഞില്ല, നെഗറ്റീവ് ശക്തികളാണ്. നെഗറ്റീവ് ശക്തികൾ കൂടുതൽ കാലം നിലനിൽക്കില്ല, അവർക്ക് മാനസിക സംഘടന. നിങ്ങൾ ആലോചിച്ച് നോക്കില്ല, ഗുണ്ടകളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ ഒന്നല്ലെങ്കിൽ അവര് നമ്മൾ പറയും കാലം എത്തുന്നതിന് മുമ്പ് തീർന്നു പോകും, അല്ലെങ്കിൽ ചിലരൊക്കെ കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകും. അവര് പിന്നീട് ഗുണ്ടകളൊന്നും ആവാറില്ല, കാരണം അവർക്ക് പിന്നെ മനുഷ്യനെ സഹായിക്കാനുള്ള പോസിറ്റീവ് എനർജി ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ പലരും ശ്രദ്ധിച്ചു നോക്കിയോളൂ, അവരങ്ങനെയാണ്. കാരണം ചെയ്തതൊന്നും ശരിയായി പോയില്ല എന്ന് തോന്നുന്ന ഒരു കാലഘട്ടം അവർക്ക് വരുമ്പോഴാണ്. അപ്പോഴേക്കും കുഴപ്പം എന്താ സംഭവിക്കുക വെച്ചാല്, വളരെ നിഷ്കളങ്കരായ കുറെ ആളുകളുടെ ജീവിതം തകർത്തെറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന്
നോക്കിയാൽ നമുക്ക് പറയാനുള്ളത് സഞ്ചിത കർമ്മങ്ങൾ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പൂർവ്വ കർമ്മങ്ങൾ തന്നെയാണ് നമുക്ക് അടുത്ത ജന്മത്തിൽ വരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ നിങ്ങളുടെ ധർമ്മം. ഞാനത് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ജന്മത്തിൽ കുറച്ച് നല്ല കാര്യം ചെയ്യാൻ തോന്നുള്ളൂ. അടുത്ത ജന്മത്തിൽ നമ്മൾ ഇതുപോലെ കഷ്ടപ്പെടും എന്ന് തോന്നിയാൽ നമ്മൾ കുറച്ച് വലിയ ക്രൂരതയും വലിയ അമ്മായിയമ്മ പോരൊന്നും നമ്മൾ എടുക്കാതെ നോക്കും. കാരണം അടുത്ത ജന്മത്തിൽ ഈ അമ്മായിയമ്മ പോരിന് തിരിച്ച് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഇച്ചിരി കുറയ്ക്കാൻ തോന്നും എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു നഷ്ടമില്ല, നന്മ മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അതുപോലെ ബിന്ദു ജോൺസ് ലൈവ് ക്ലാസ്സിന്റെ ഒരു പ്രത്യേക ഫീലാണ്. ഞാൻ പറഞ്ഞ ലൈവ് ക്ലാസ്സിന്റെ ഫീൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ആ ഫീൽ എന്ന് പറയുന്നത് അതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായോ എന്ന് വെച്ചാൽ നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിച്ചു. എന്താണെന്നറിയോ, നമുക്ക് സമയം എളുപ്പം വന്നിരിക്കുന്നു എന്ന് പറയാൻ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. നമ്മൾ സമയം ഉണ്ടാക്കി അതും മറ്റുള്ളവർ ചെയ്യാത്ത കാര്യം ചെയ്യുന്നു. മറ്റുള്ളവർ ഒരാളും 5 മണിക്ക് എഴുന്നേറ്റ് യോഗ ചെയ്യാത്തവര് ഞാൻ 5 മണിക്ക് എഴുന്നേറ്റ് യോഗ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം മാറി. പിന്നെ ഇനി അവിടെ തന്നെ ജീവിതം മാറിക്കഴിഞ്ഞു. പിന്നെ എന്താണ് ഇനി വേറൊരു മാറ്റം നമുക്ക് ജീവിതത്തിലുണ്ട്. പിന്നെ അവിടെ നിന്ന് കിട്ടുന്ന അറിവുകൾ, ആ അറിവുകൾ നമ്മുടെ ജീവിതത്തെ വീണ്ടും മാറ്റിമറിക്കുന്നു. ചിന്തിക്കാൻ, ആനന്ദിക്കാൻ, ആ ആനന്ദം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത്. നിങ്ങൾ എപ്പോഴും ഇപ്പൊ നോക്കിക്കോളൂ, നിങ്ങൾ പണ്ട് ഒരാളുടെ മുമ്പിൽ നിന്ന പോലെയാണോ നിങ്ങൾ ഈ 5 മണിക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ ഇപ്പൊ നിൽക്കുന്നത്? അല്ല, നിങ്ങൾ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ ഉള്ളിലേക്ക് കുറെ അറിവുകൾ ചെന്നിട്ടുണ്ട്. ആ അറിവുകൾ നിങ്ങളുടെ തല നേരെ നിവർത്തി പിടിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ആദ്യമൊക്കെ നമുക്ക് ഒന്നുമില്ല ഉള്ളിൽ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്തെത്ര വണ്ണം കൂടിയിരിക്കുന്നത്, അതിപ്പോ എന്ന് പറഞ്ഞ് തപ്പി തടയുമ്പോ ഇപ്പൊ വണ്ണം കൂടി, ഇതൊന്നും ഒരു വണ്ണം അല്ല എന്ന് നിങ്ങൾ ധൈര്യപൂർവ്വം പറയാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അർത്ഥം നിങ്ങൾ 5 മണിക്ക് എഴുന്നേറ്റ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. നിങ്ങൾ 7 മണിക്കാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ 6 മണിക്കാണ് ചെയ്യുന്നത്, നിങ്ങൾ സാധാരണഗതിയിൽ എപ്പോഴാണ് എണീക്കുന്നത് അപ്പോഴാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് 50% ഗുണമുള്ള ഒരു സംശയമില്ല. ബിന്ദു പറഞ്ഞത് വളരെ കറക്റ്റ് തന്നെയാണ്. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ 100% മാറിയിരിക്കുന്ന സ്വഭാവത്തിൽ, നിങ്ങളുടെ സംസ്കാരത്തിൽ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ, നമുക്ക് കിട്ടുന്ന ഓരോ വസ്തുക്കളിലും നമ്മൾ കിട്ടുന്ന ആനന്ദം, അല്ലെങ്കിൽ ഒരാള് കാണുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്ന ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടില്ല. ഓക്കെ, യെസ്. ഇനി എന്താണ് വന്നിട്ടുള്ള പിന്നെ പ്രജാത് ശിശിര മോർണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ബിന്ദു, രഘുനാഥ്, ലതിക, യെസ്. ഭവാൻ ശിശി സൃഷ്ടിയിലെ ഏറ്റവും ബുദ്ധിയുള്ള ജീവി മനുഷ്യനാണ്. ഈ ബുദ്ധിയുടെ അധ്യായമാണ് ഭാഷ സമ്പത്താകുന്നത് എന്ന് പറയുന്നത് ഒരു സംശയമില്ലാത്ത കാര്യം. ബുദ്ധിയുടെ കാര്യത്തിൽ ഏറ്റവും ബുദ്ധിമാൻ മനുഷ്യൻ തന്നെയാണ്, ഒരു സംശയമില്ല. അതിനപ്പുറത്തേക്ക് ബുദ്ധി ഉണ്ടോ എന്നൊക്കെ നമ്മൾ പറയും. ഡോൾഫിനൊക്കെ ഡോൾഫിനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധി. പക്ഷെ അവന് പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ്. പരിമിതികൾ ഇല്ലാത്തത് മനുഷ്യനാണ്. ആ മനുഷ്യൻ പരിമിതികളില്ലാതെ ജീവിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ കുറെ പരിമിതികൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. എന്തിനാണെന്ന് എനിക്കറിയില്ല, നമ്മൾ തന്നെ കുറെ പരിമിതികൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. അതായത് നിയമം മൂലം പരിമിതികൾ. അതെന്താണെന്നറിയോ? ചില കാര്യങ്ങളിൽ നിയമം മൂലം ഉണ്ടാക്കുന്ന വെച്ചാൽ, ഇപ്പോ ഏറ്റവും കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ ഒരു സ്ഥലമാണ് സിംഗപ്പൂർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ കുറയുന്നതിന്? അത് കുറ്റകൃത്യങ്ങൾ കുറയുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ ജനാധിപത്യം ഇല്ലാത്തതാ. ജനാധിപത്യം എന്ന് പറയുമ്പോഴേ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങും. അവിടെ അങ്ങനെ ഇടപെടില്ല. പറഞ്ഞ പോലെയാണ്. ഇപ്പോ നമ്മള് ട്രാഫിക് സിസ്റ്റം തെറ്റിക്കുമ്പോൾ ഇവിടെ ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫൈൻ ആളുകളുടെ മുഖം നോക്കിയിട്ടാണ് ഫൈൻ. അതാണ് ജനാധിപത്യത്തിന്റെ ഒരു കുഴപ്പം. ചില കുഴപ്പങ്ങൾ ഉണ്ടാവുന്ന അവിടെയാണ്. അവിടെ അങ്ങനെയൊന്നുമില്ല. ഫൈൻ രാജാവായാലും കുഴപ്പമില്ല, പ്രസിഡന്റ് ആയാലും കുഴപ്പമില്ല, സെക്രട്ടറി ആയാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഒരേ ഫൈനാണ്. ഇവിടെ അതല്ല. പ്രസിഡന്റ് മുതൽ താഴേക്ക് ഫൈനിന്റെ റേറ്റ് വ്യത്യാസപ്പെടും. അങ്ങനെ അതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം. നമ്മൾ എന്തുകൊണ്ട് തളർന്നു പോകുന്നുള്ള നിയമം ശക്തമല്ലാന്ന് പറയും. നിയമമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയും. അതൊക്കെ എഴുതി വെച്ചവർക്ക് കൊള്ളാം, അവർക്ക് പേര് കിട്ടിയിട്ടുണ്ടല്ലാതെ സത്യസന്ധമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഈ നിയമമൊക്കെ നമുക്കൊരു ദുരിതമാണ് എന്നുള്ളതാണ്. ഇതൊന്നും പാലിക്കാത്തവർക്ക് നിയമം ഒരു അനുകൂലവും, നിയമം പാലിക്കുന്നവർക്കെല്ലാം അത് ദുരിതമാണ്. അതാണ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കാരണം നമുക്ക് ഒരു ഫൈൻ അടക്കേണ്ടി വരുന്നില്ല. ഫൈൻ അടക്കേണ്ടി വരുന്നതിന് എല്ലാവിധ കൃത്യപണി അവൻ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് ചെറിയൊരു ഫൈൻ അടച്ചിട്ട് ഊരിപ്പോരും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മളാണ് ഈ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ വിജീഷ, ജയറാം, മാലിക് ചേച്ചി എന്താണ് എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞതിന് ചുമ്മാ എന്തോ പറഞ്ഞിട്ടുണ്ട്.
ലസിത അഭിഷേക്, അതുപോലെ ലതിക ഗസ്റ്റ് ഉണ്ടെങ്കിലും അടുക്കളയിൽ ഇരുന്ന് ക്ലാസ്സിൽ കയറി ഉറക്കമൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞു. ഉറക്കം ജീവിതത്തിന്റെ ഏറ്റവും അത്യാവശ്യമുള്ള 1/3 ഭാഗം നമുക്ക് ഉറക്കം ആവശ്യമുള്ളതാണ്. അത് കളഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഉറക്കം അവിടെ കിട്ടുമ്പോഴാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിലെ ക്ലീനിങ് നടത്തുന്നത്, പ്യൂരിഫിക്കേഷൻ നടത്തുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ്. ആ സമയത്താണ് അത് നമ്മൾ ഉറങ്ങാതെ ഇരിക്കുന്നതെങ്കിൽ ആ പ്യൂരിഫിക്കേഷൻ നടക്കില്ല, ആ ഒരു വൃത്തിയാക്കൽ നടക്കില്ല. അത് തെറ്റായ രീതിയാണ് കേട്ടോ. ഓക്കെ, പിന്നെ ലതിക മാഷം വ്യത്യാസം ഓരോന്ന് അറിയുന്നുണ്ട്, എന്റെ തന്നെ മാറ്റങ്ങളുണ്ട് തീർച്ചയായിട്ടും. ബിന്ദു ജോൺസ്, സെൽഫ് കോൺഫിഡൻസ് ഒത്തിരി കൂടിയുണ്ട്. അതെന്താണെന്ന് അറിയോ? നമുക്ക് കോൺഫിഡൻസ് നേരത്തെ ഇല്ലാതിരുന്നതിന്റെ കാരണം എന്തറിയോ? നമ്മുടെ കയ്യിൽ ഒരു സാധനം ഇല്ല. അതായത് ഒരാളുടെ മുമ്പിൽ നിന്ന് ഒരാൾ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, പറയുമ്പോൾ നമുക്ക് പറയാനൊന്നുമില്ല, നമ്മൾ കേൾവിക്കാരനായി പോവുകയാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയോ സാധനങ്ങൾ കിടക്കുന്നു. ഇപ്പൊ ഏറ്റവും കുറഞ്ഞ ബിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭംഗിയെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എങ്ങനെ ഭംഗി ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. ഒന്ന്, നമ്മളെ ബ്യൂട്ടി ഇത് നടത്തുന്നതുകൊണ്ട് അതിൻ്റെതായ രീതി അറിയാം. പിന്നെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കണം എന്നുള്ള കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റുന്നു. ഒരു ആധികാരിക രേഖ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന പോലെ, അതാണ് നമുക്ക് കോൺഫിഡൻസ് എല്ലാവരുടെയും. അപ്പൊ യോഗ എന്നൊരു കോൺസെപ്റ്റ് എനിക്ക് അറിയാം, ഇത്രയും നാൾ ഒന്നും അറിയില്ലായിരുന്നു. എല്ലാ കാര്യത്തിനെ കുറിച്ച് അറിയാം, പക്ഷെ ഒന്നിനെ കുറിച്ച് അറിയില്ല. ഇപ്പൊ എല്ലാത്തിനെ കുറിച്ച് അറിയില്ല, ഒന്നിനെ കുറിച്ച് അറിയാം, യോഗയെ കുറിച്ച് അറിയാം. അതാണ് കോൺഫിഡൻസ്. ഇപ്പൊ യോഗ തന്നെ വേണമെന്നല്ല ഞാൻ പറയുന്നത്. ഏത് വിഷയത്തിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുന്നോ അവിടെ കോൺഫിഡൻസ് കൂടും. അവർ പറയുന്ന വിഷയം അവർ പറഞ്ഞിട്ട് അവസാനം നമ്മൾ നമ്മുടെ വിഷയങ്ങളിലേക്ക് നമ്മൾ സംഭവം കൊണ്ടുവരുന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടുന്ന ഒരു വിഷയം നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേണം? അതിനെ വളർത്തണം. ആ വളർത്താനാണ് ഈ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി 5 മണിക്ക് എഴുന്നേറ്റാൽ മാത്രം നമ്മുടെ ഡ്യൂട്ടി തീരുന്നില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ മാറ്റങ്ങളെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വേണം. അതാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആഹാ ഷഡ്ദർശനങ്ങൾ അറിയോ? നിങ്ങൾക്ക് ഇല്ല മിണ്ടായി എന്ന് നമുക്ക് പറയാൻ തോന്നുന്നതിന്റെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവുന്നതിന്റെ കാര്യം അതാ, നിങ്ങൾക്ക് അറിവിലേക്ക് പോയി നടത്തും. ഓക്കെ, സന്ധ്യ വിശ്വംവരെ, എത്ര തിരക്ക് ആണെങ്കിലും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും. വെരി ഗുഡ്. യെസ്, ഇതാണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞു. നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ്. സരോജിനിയിലൊക്കെ ആലോചന ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെയാണ് വലുത്. ഒരു സംശയമില്ല, എല്ലാം കൂടി തികഞ്ഞു കിട്ടിയത് മനുഷ്യനാന്നുള്ളതാണ്. ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല. ചിലപ്പോൾ ബുദ്ധിയുടെ കാര്യത്തിൽ വേറെ ജീവി ഉണ്ടാവും, അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വേറെ ജീവി ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം തികഞ്ഞിട്ട് കിട്ടിയ ഒരാളുണ്ടെങ്കിൽ അത് പ്രകൃതിക്ക് അപ്പുറം മനുഷ്യൻ തന്നെയാണ്. ഒരു സംശയമില്ല. ഈ പ്രപഞ്ചത്തിൽ പറയില്ല, പരമാത്മാവ് സൃഷ്ടിച്ചപ്പോ പ്രകൃതിയും സൃഷ്ടിച്ചു, ആ പ്രകൃതിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ഒന്നും കാണാണ്ടല്ല സൃഷ്ടിച്ചുള്ളത്. ഓക്കെ, യെസ്. ഷെമിയാനൂപ് കുറച്ച് ലേറ്റ് ആയില്ല. ലസിത, സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ലൈവ് ക്ലാസ് മാത്രമേ ചെയ്യുന്നുള്ളൂ, പിന്നീട് എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ അത് മതി ചേച്ചി. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങൾ ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. തീർച്ചയായിട്ടും വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. അവിടെ വെറുതെ ഇരുന്ന് ഫ്രീക്ക് ആയിട്ടിരിക്കാന്നുള്ള, ചെയ്യണമെങ്കിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, യെസ്. മാലമേനൻ, എന്താ പറയുക, എനിക്ക് വന്ന വലിയ മാറ്റം എന്ന് പറയുന്നത് ഓഫീസിൽ ഞാൻ ഒരു ലേഡി ഹിറ്റ്ലർ ആയിരുന്നു. തീർച്ചയായിട്ടും കുറെ ലേഡി ഹിറ്റ്ലേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ വിചാരം നമ്മൾ കൂടെയുള്ളവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് ഹിറ്റ്ലർ ആവണമെന്നുള്ള. ഞാൻ നിങ്ങളെ ഹിറ്റ്ലർ ആയിട്ടാണോ? നിങ്ങൾ ഇത്രയും പേര് എന്നെ ഫോളോ ചെയ്യുന്നതും ഈ ക്ലാസ്സിൽ ഡെയിലി 5 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഹിറ്റ്ലർ ആയതുകൊണ്ടാണ്. ഹിറ്റ്ലർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും പേരുണ്ടാവുമെന്ന്, എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ ഹിറ്റ്ലറിസം നമുക്ക് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ചില നേരത്ത് നമ്മൾ ഒന്ന് ചിരിക്കുന്ന മുഖം പതുക്കെ ചിരി ഒന്ന് മാഞ്ഞാൽ മതി, അവിടെ ഹിറ്റ്ലറിസം വന്നു. പിന്നെ അടുത്ത മോമെന്റിൽ നമ്മൾ ചിരിച്ചാൽ രണ്ടു കാര്യം നടന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തിരിച്ചു വീണ്ടും പഴയ ഫ്രണ്ട്സിനെ പോലെ. അപ്പൊ ഒന്ന് ചെറിയൊരു ഡോസ് കൊടുത്തു, തിരിച്ച് നമ്മൾ വീണ്ടും ഫ്രണ്ട്ഷിപ്പായി. അതാണ് അതിന്റെ അവിടെ വേണ്ടത്. ഓക്കെ, ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അതിനൊരു അയവ് വന്നു, തർക്കിന്ന് നിർത്തി ആളുകളെ ക്ഷമയോടെ കേൾക്കാൻ പഠിച്ചു എന്നാണ്. അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. കാരണം നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ട് സഹിച്ചിരിക്കുന്നുണ്ടല്ലോ. കുറച്ച് ഇത്രയധികം ആളുകളെ സഹിക്കുന്നത് വേറെ ആരും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇത്രയധികം ആളുകളെ നിങ്ങളെയൊക്കെ ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങൾ കാണിക്കുന്ന വിക്രയങ്ങൾ പോലെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് പറ്റുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, യെസ്. ജയ ഉണ്ണി, അതുപോലെ അജിത നായർ, അതുപോലെ ജയ രാമകൃഷ്ണൻ, അനിത പ്രഭ, എന്താണ് കുറെ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞു എനിക്ക്. അപ്പൊ അനിത ചേച്ചി ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ കുറെയല്ല, മാറ്റങ്ങളേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കുറച്ചൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത്ര മാറ്റങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കുറെ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. ഓക്കെ, വിജി ഷാ, എന്താണ് അപ്പൊ മാലു ചേച്ചിയുടെ കൊളീഗ്സിനെ ഒക്കെ സാറിനെ നമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ കുറെ എനിക്ക് ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടി തോന്നുന്നുണ്ട്. അതിന്റെ ഒരു എനർജി കൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്, സംശയമില്ല. ഓക്കെ, വെരി ഗുഡ്. ജയരാമകൃഷ്ണൻ, ലൈവ് ക്ലാസ്സിൽ കിട്ടുന്ന സുഖം പിന്നീട് കിട്ടില്ല, അതുകൊണ്ട് പിന്നെ ചെയ്യണ്ട. ഞാൻ പറയാൻ ചെയ്യണ്ട എന്ന് പറയുള്ളൂ. ഓക്കെ, ഷെമിയ, പക്ഷെ ഞാൻ എൻ്റെ
മാഡത്തിന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ക്യാൻവാസ് ചെയ്യേണ്ട എന്നുള്ളതാണ് എന്റെ. ഇങ്ങനെ ഒരുപാട് ക്യാൻവാസ് ചെയ്തിട്ട് അവരുടെ പൈസ കളയാന്നുള്ളതാണ് മാത്രമേ എനിക്ക് അതിൽ പറയാനുള്ളൂ. കാരണം വെച്ചാല് ഇതെന്താ അറിയോ, പൈസ കിട്ടുന്നത് എപ്പോഴും നല്ലത്, നമുക്ക് സന്തോഷമാണ്. പക്ഷെ അത് സന്തോഷത്തോടെ കിട്ടിയ ഒരു പൈസയാണെങ്കിൽ ഇരട്ടി ഗുണം ചെയ്യുക, അല്ലാത്ത പൈസ എൻ്റെ അത് പോകാറുണ്ട്. അപ്പൊ ഞാൻ അതാണ് ഈ പുതിയ ജോയിൻ ചെയ്യുന്നവർക്ക് 600 രൂപയാണ് ഞാൻ വാങ്ങുന്നത്. ആദ്യത്തെ 3 മാസം 600 രൂപ ആകും, പിന്നെ 3 മാസം ഫീസ് ഇല്ല, പിന്നെ ഓരോ മാസം 300 രൂപയാണ് നമ്മൾ വാങ്ങുന്നത്. അതാണ് നമ്മുടെ ഫീസിന്റെ ഘടന. അപ്പൊ എന്തൊക്കെ ഈ ആദ്യത്തെ മാസം 600 രൂപ, ഈ 600 എന്ന് തന്നെ പറയുമ്പോൾ തന്നെ കുറെ പേര് പോയിക്കോളും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഈ 600 600 രൂപ അന്ന് ഞാനില്ല എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ. അപ്പൊ എന്റെ പാപം കുറച്ച് മാറി കിട്ടും. ഇതല്ലെങ്കിൽ 300 രൂപയല്ലേ, അന്നൊന്നും ചേർന്നേക്കാം, എന്നിട്ട് ഒരു ഇഷ്യൂ ദുഷ്ടൻ, ക്ലാസ് ഒരു രസമില്ല, വെറുതെ എന്റെ കാശും കളഞ്ഞു എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ 1800 രൂപ പറയേണ്ടത്. അതായത് 3 മാസത്തെ പൈസ ഒരുമിച്ച് 1800 രൂപ പറയുമ്പോൾ ഇപ്പോഴുള്ള കുറെ എണ്ണം കൂടി പോയി കിട്ടും. പോയിട്ട് എന്താ വെച്ചാൽ അല്ലാതെ ശക്തമായിട്ട് നിൽക്കാൻ താല്പര്യമുള്ളവർ എന്തായാലും തീർച്ചയായിട്ടും അവർ നിൽക്കുക. അവരെയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ട് നയിക്കാൻ പറ്റുള്ളൂ. പറ്റില്ല. കാരണം ആ പാപം ഏറ്റെടുക്കുക, ആ പൈസ വാങ്ങിച്ചു എന്നുള്ള പാപം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പൈസ കിട്ടുന്നത് നഷ്ടമല്ല, ചെയ്യുന്ന പണിക്കുള്ള കൂലി എപ്പോഴും കിട്ടണം എന്ന് പറയും. പക്ഷെ എനിക്ക് അത് ചെയ്യുന്ന പണിക്കുള്ള കൂലി അല്ല അത് എന്നുകൊണ്ടാണ് ഞാൻ 600 രൂപയാക്കിയത്. അപ്പൊ എനിക്ക് ഇടയ്ക്കൊന്ന് തെറ്റി 1800 രൂപ തരുന്ന ഞാൻ പറഞ്ഞാൽ മതി. കാരണം വരുന്നുണ്ടെങ്കിൽ അത് എന്താ പറയാ, സറണ്ടർ ചെയ്ത് കീഴടങ്ങി. എനിക്ക് ഇവിടെ പറയുന്നതാണ് വേദവാക്യം എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് നമുക്കത് ഗുണം ചെയ്യും. നിങ്ങളൊക്കെ നിൽക്കുന്നതിന്റെ കാരണം അതാ. ഓക്കെ, യെസ്. പിന്നെന്താണ് യെസ്, സൗമ്യാനിൽ ശരിക്കും ഭാഷ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. യെസ്, അതുകൊണ്ടാണല്ലോ YIC ക്ലാസ്സിൽ ചേർന്നതും അത് പാസ്സാക്കി എടുക്കാനുള്ള സർവ്വ പ്രയത്നവും നടത്തുന്നത്. എന്നോട് തന്നെ ലീവ് പറയും, ഞാൻ 2 ദിവസം ലീവ് എടുക്കുകയാണെ, എനിക്ക് അവിടെ അതാണ് അതിന്റെ കാരണം. എന്താ അവിടെയാണ്. അപ്പൊ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഒരു യോഗ, ഇതിൽ എത്രയോ യോഗ ടീച്ചർമാരുണ്ട്. ഇപ്പൊ നമ്മുടെ ഹിന്ദുവിനെ തന്നെ എടുക്കും. ഹിന്ദു എത്ര സ്കൂളിൽ പഠിപ്പിക്കും? ഞാൻ പോലും അത്ര സ്കൂളിൽ പഠിപ്പിക്കും. ഞാൻ ഒരു സ്കൂളിലെ പഠിപ്പിക്കും. എനിക്ക് തോന്നുന്നു ഹിന്ദു 2 3 സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹിന്ദു ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്നെ കുട്ടികൾ ടീച്ചറെ എന്ന് വിളിക്കുന്നത്? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരിക്കൽ പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു നിമിഷം പോലും ആലോചിക്കും. ഇനി അത് പോക്കോട്ടെ, വഴി കൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ ടീച്ചറെ എന്ന് വിളിച്ചിട്ടുണ്ടോ? എന്നെങ്കിലും, എപ്പോഴെങ്കിലും, ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാത്ത കാര്യം നടന്നു. എന്താണ് നമ്മൾ ചെയ്തത്? 5 മണിക്ക് എഴുന്നേറ്റു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. നമ്മൾ വിളിക്കുന്നത് അതാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. യോഗയെ പോലെ ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വേറെ ഒരു സംവിധാനം ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് നമ്മളെ പഠിപ്പിച്ചവർ നമ്മളെ ടീച്ചറെ വിളിക്കും. ഇത്രയധികം നമുക്ക് ഒരു ഉണർവ് ഉന്മേഷം കിട്ടുന്നത്. അതായത് നമ്മളെ പഠിപ്പിച്ച അധ്യാപകര് നമ്മളെ ടീച്ചറെ ഭാഷ എന്ത് വിളിക്കും? നമ്മൾ അവരെ പഠിപ്പിക്കും. ഒരിക്കലും ഒരു അധ്യാപകനും അങ്ങോട്ട് പഠിപ്പിക്കാൻ നമുക്ക് വേറെ അവസരം കിട്ടില്ല. ഇത്രയും കൃത്യമായിട്ട്, ഇത്രയും സുഖമായിട്ട് കിട്ടുന്ന ഒരു ഫീൽഡ് വേറെ ഇല്ല എന്നുള്ളതാണ് ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. മാലിശേച്ചി, മാഷ ആദ്യം ഹിറ്റ്ലർ ആയിരുന്നു. മാഷും ആദ്യമായി ഹിറ്റ്ലർ ഇല്ലല്ലേ? നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരിക്കലും ഹിറ്റ്ലറിസം എടുത്തിട്ടില്ല. കാരണം ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയം പോലും, ഓഫ്ലൈൻ ക്ലാസ്സിൽ പോലും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല എന്നുള്ളത്. ചിരിക്കുന്ന മുഖത്തിനപ്പുറം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അവിടെ. ഓക്കെ, അതൊരു പക്ഷെ ആദ്യമൊക്കെ എന്റെ ഒരു രീതിയായിരിക്കും. ഞാൻ അങ്ങനെ വളർത്തിയെടുത്തതായിരിക്കും, തന്നെ ഉണ്ടായിരുന്നതായിരിക്കില്ല, വളർത്തിയെടുത്തതായിരുന്നു. പക്ഷെ എനിക്ക് 2 മുഖങ്ങൾ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. ഓക്കെ, മാലച്ചേച്ചി ഒട്ടും കണ്ടിട്ടുണ്ടാവില്ല. ഓക്കെ, പിന്നെ ഷെമിയ മേഡം അല്ല അതെ, ടൈപ്പിൽ വ്യത്യാസം വന്നതാണ്. ഓക്കെ, മിനി തങ്കം, യോഗ തുടങ്ങിയിട്ട് എനിക്ക് നല്ല ക്ഷമയും മനസ്സിന് ശാന്തതയും വന്നിട്ടുണ്ട് എന്ന് പറയും. തീർച്ചയായിട്ടും നമുക്കത് രണ്ടും വരും എന്നുള്ളത്. കാരണം എന്തറിയോ, ഒന്നല്ലേ 5 മണിക്ക് എഴുന്നേറ്റ് NSI ഉണ്ടല്ലോ, അപ്പൊ തന്നെ നമുക്ക് ക്ഷമ നന്നായിട്ട് വരും. പിന്നെ ഇതുവരെ ജീവിതത്തിൽ പഠിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇത് പഠിച്ചെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ക്ഷമ വരും. അപ്പൊ പതുക്കെ ഇതിന്റെ പിറകെ പോയിക്കോളൂ. കേട്ടോ. ശ്രീജ ടീച്ചർ, ലൈവ് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ അന്ന് മുഴുവൻ ഒരു വിഷമമായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് വെച്ചാൽ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ള. ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ പ്രാക്ടീസ് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്തൊക്കെയോ ഒരു വിഷമങ്ങളായിരിക്കും. അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമായിരിക്കും. അതുപോലെ തന്നെ വൈകിട്ട് ഞാൻ ഒരു അരമണിക്കൂർ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നുണ്ട്. എന്തിനാണ് അത് ചെയ്യുന്നത് ചോദിക്കും. എന്തിനാണെന്ന് വെച്ചാല് ഈ പകൽ സമയത്ത് കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ, ആ ഭക്ഷണത്തിനെയൊക്കെ ഒരു പരുവപ്പെടുത്തുന്നത് ആ നടക്കുന്ന സമയത്താണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ആ നടപ്പ് കഴിയുമ്പോൾ, അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് വേർത്ത് നല്ല ഇതിലൊക്കെ വരുമെങ്കിലും അത് മാത്രമല്ല, ആ സമയത്ത് എനിക്ക് കുറേ അറിവുകൾ കിട്ടുന്നുണ്ട്. ഞാൻ മൊബൈൽ ഉപയോഗിക്കുന്ന സമയം അതാ, ഓഡിയോ ഒക്കെ വെച്ചിട്ട് അത് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ നടക്കുക. അപ്പൊ എനിക്ക് 2 കാര്യമുണ്ട്. ഒന്ന്, പുതിയ അരമണിക്കൂറിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. എന്റെ നടക്കുകയും ചെയ്യും. എന്റെ ബോഡി ഒന്ന്, നേരത്തെ പറഞ്ഞ വയറൊന്ന് ഒതുങ്ങുകയും ചെയ്യും. തിന്നത് മുഴുവൻ ദഹിക്കുകയും ചെയ്യും. ഈ 2 കാര്യങ്ങൾ. അപ്പൊ അത് ചെയ്തില്ലെങ്കിലും വലിയാത്തൊരു വിഷമം എനിക്ക് ഫീൽ ചെയ്യാറുണ്ടെന്നുള്ളത്. ഓക്കെ, യെസ്. പിന്നെന്താണ്,
ആരാണ് ചെയ്തില്ല? ജയ ഉണ്ണി, ഞാൻ എന്നും ലൈവ് ക്ലാസ് മാത്രമേ അറ്റൻഡ് ചെയ്യാറുള്ളൂ, എത്ര ലേറ്റ് ആയി കിടന്നാലും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും. വെരി ഗുഡ്. ലസിത ചേച്ചി, രാധാമണി സുഖമായോ എന്ന് വെച്ചിട്ടുണ്ട്. വിശേഷങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് ചോദിക്കുക, ഇതിൽ കിടന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. ഓക്കെ, എത്രയോ പ്ലാറ്റ്ഫോം വരെ ഉണ്ട്. ഓക്കെ, ഷെമിയ മാലച്ചേച്ചീനെ പോലെ ആയാലോ എന്ന് പ്രതീക്ഷയിലാണ്. ഇതെന്തറിയോ, ഓഫീസ് ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കഴിവാണ്, ഒരു മാനേജ്മെന്റിങ് കഴിവാണ്. അത് നമ്മൾ എപ്പോഴും വിചാരിക്കും കുറെ ഒച്ചപ്പാടും കുറെ ചൂടായി കഴിഞ്ഞാൽ നമുക്കത് നടക്കുന്നു. ചൂടാവേണ്ടടുത്ത് ചൂടാവും, പറയേണ്ടടുത്ത് പറയണം. പക്ഷെ അത് പിന്നീട് ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മൾ ഓഫീസിൽ കയറി ഇറങ്ങുന്ന വരെ ചൂടായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എന്ത് പറ്റും അറിയാം, നിങ്ങൾ ചൂടാവുമ്പോൾ നമ്മൾ തമ്മിലുള്ള അകലം കൂടും എന്നുള്ളതാണ്. നമ്മൾ തമ്മിൽ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ തമ്മിൽ അകലം കൂടിയിരുന്നു. ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടണം, ഒട്ടും കുറവ് വരുത്തരുത്. പക്ഷെ അത് നിമിഷങ്ങൾ കൊണ്ട് അവസാനിച്ചു. പറയാനുള്ള പറഞ്ഞു, ഇനി നമ്മൾ പഴയ പോലെ, മനസ്സിലായി? ആ ഒരു തീരായിരിക്കും. ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെടണം. നേരം വൈകി വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നേരം വൈകി വന്നു, അല്ലെങ്കിൽ ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ചു നേരത്തിന് ശേഷം അത് മാറി ഉണ്ടാവണം, നമ്മൾ പഴയ. അപ്പൊ എപ്പോഴും ഒരു 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 വേവ് ലെങ്ത് ഉണ്ട്. അതിൽ നിന്ന് ഇടയ്ക്ക് നമ്മൾ കൂടും, വീണ്ടും പഴയതിലൊക്കെ വന്നിട്ട് പഴയ രീതി. അല്ല, എപ്പോഴും ഒരേ ടെമ്പോയിൽ നിന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഇപ്പോൾ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അകലം കൂടും എന്നുള്ളത്. എപ്പോഴും ചൂടാവുന്ന ഒരാളായിട്ട് നമ്മൾ ഭയങ്കര അകലായിരിക്കും. അതുണ്ടാവാൻ പാടില്ല. ഇടയ്ക്കൊന്ന് ചൂടാവുന്നു, ശകാരിക്കുന്നു, അത് ആവശ്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇങ്ങനെയല്ല ഇത് എന്നുള്ളത്. പക്ഷെ ഫുൾ ടൈം ഇതാവരുത് കേട്ടോ. ഓക്കെ, പ്രജാശ ലൈവ് ക്ലാസ്സിൽ ആണ് എൻ്റെ ഓരോ ദിവസത്തെയും എനർജി, വീട്ടിലെയും ഓഫീസിലെയും എനർജി എന്നാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു എനർജി നമുക്ക് കിട്ടുന്നതിന് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അനിത പ്രഭാഷ, ഓരോ സ്ഥലങ്ങളിൽ മാറി മാറി താമസിക്കുന്നതുകൊണ്ട് ചില ദിവസങ്ങളിൽ ക്ലാസ്സിൽ കയറി. എനിക്കതിൽ ഒന്നും പറയാനില്ല. നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങളുടെ ജീവിതം എങ്ങനെ പോകണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഞാൻ എൻ്റെ ജീവിതം എങ്ങനെ പോകുന്നു ഞാൻ പൂർണ്ണമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയില്ലേ, ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ, ശരിക്കും പറഞ്ഞ ഫംഗ്ഷൻ ഒന്നും വിളിക്കുന്ന എനിക്ക് ഒരു താല്പര്യമില്ല. പൂർണ്ണമായിട്ട് ഫ്രീ ആണെങ്കിൽ മാത്രമേ ഞാൻ പരിപാടിക്ക് പോകുള്ളൂ എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുറെ ഫ്രീഡം പോകണം. അപ്പൊ നോക്കും, എന്നാലല്ലേ മനുഷ്യനൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. മനുഷ്യനായിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ എന്ത് ജീവിച്ചു പോകാൻ പറ്റില്ലേ? എനിക്ക് നിങ്ങളില്ല, ഇത്രയധികം ആളുകൾ ആയിട്ട് എനിക്ക് കണക്ഷൻ, ഇത് കൂടുതൽ എന്ത് കണക്ഷൻ ഈ ലോകത്ത് ഇന്നത്തെ ടൈമിൽ ഇനി എന്തുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി കണക്ഷൻ ഉണ്ടാക്കണം നിർബന്ധമുണ്ട്. ഈ ഗ്രൂപ്പിലുള്ള 200 പേരെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ വീട്ടുവിശേഷങ്ങളൊന്നും ചോദിച്ചിട്ടില്ലെങ്കിലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന വിശേഷങ്ങളെല്ലാം എനിക്ക് ഏകദേശം സത്യമാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ കൃത്യമാണെന്നുള്ളതാണ്. എനിക്ക് അത്രയും ഫ്രണ്ട്സ് പറയും. ഇത് കൂടുതൽ ഒരാൾക്ക് എത്ര ഫ്രണ്ട്സിന് വേണം? നമ്മുടെ ഗ്രൂപ്പിലുള്ള 200 പേർക്ക് 200 പേരെ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടിയിട്ടില്ലേ? പിന്നെ എന്തിനാണ് ഇത് കൂടുതൽ ഈ ഫ്രണ്ട്ഷിപ്പ്? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? അതിനപ്പുറത്തേക്ക് ഒരാളുടെ വീട്ടിൽ പോയിട്ട് വേണോ നമുക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ? ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഇനി നേരിട്ട് കണ്ടിട്ട് വേണം നമുക്ക് ഫ്രണ്ട്ഷിപ്പ്. എനിക്കിപ്പോ ഇതിലെ ഒരാളോട് കുറെ നേരം കുറച്ചു നേരം ചാറ്റ് ചെയ്യണമെന്ന് വെച്ചോളൂ. ഇപ്പൊ ഇതിൽ ആരപ്പോ ലസിത ചേച്ചിയായിട്ട് എനിക്ക് കുറെ നേരം ചാറ്റ് ചെയ്യാം. എനിക്കിപ്പോ ചാറ്റ് ചെയ്യാൻ ലസി ചേച്ചി പറയാം, മേലെ എന്നെ ചാറ്റ് ചെയ്തെന്ന് പറയോ? പറയില്ല. കാരണം എന്താ കുഴപ്പം? നമ്മൾ തമ്മിലുള്ള വേവ് ലെങ്ത് കറക്റ്റാ. പിന്നെ എന്താ ചാറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പം? ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് അതല്ലേ. അത് കൂടുതൽ എന്താണ്? ഇനി നിങ്ങൾ ഇതൊന്നും ഇല്ലാത്ത കുറെ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളുടെ വീട്ടിൽ പോയാലേ നമുക്ക് ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങളുടെ ജീവിതം തീർക്കുകയുള്ളൂ. ഇങ്ങനെ ഇരുന്ന് അത്രയും നല്ല ഇഷ്ടംപോലെ സമയം ബാക്കിയുണ്ടാവും. ലാവിഷായിട്ട് തുള്ളിച്ചാടി നടക്കാം. അങ്ങനെ ആഹ്ലാദിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആഹ്ലാദിച്ചുള്ളൂ. ഓക്കെ, പിന്നെ അതാണ് സുപ്രിയ ബാബു, ഈ ക്ലാസ്സിൽ 300 രൂപയ്ക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ആവശ്യമുള്ളതെല്ലാം എടുക്കാം എന്ന ഓഫറാണ്. തീർച്ചയായിട്ടും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. 300 എന്ന് പറയുന്ന ഒരു ശരിക്കും പറഞ്ഞ ഒരു ഫീസ് അല്ല. അത് നിങ്ങൾ ഫീസായിട്ട് കണക്കാക്കാൻ വേണ്ട. പക്ഷെ എനിക്ക് ഒരുമിച്ച് കിട്ടുമ്പോ എനിക്കതൊരു ഫീസാണ്. നിങ്ങൾ 300 എന്ന് പറയുന്നത് എന്താ പറയാ, ശരിക്കും നമ്മള് വീട്ടിലെ എല്ലാ ചെലവ് എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ കുറച്ച് ചില്ലറ പൈസ ബാക്കി വരില്ലേ? നമ്മൾ ഒരു പർച്ചേസിന് പോകുമ്പോൾ എങ്ങനെ പോയാലും എല്ലാം തീർത്ത് ഫുൾ ബ്ലാങ്ക് ആയിട്ട് നമ്മൾ വരില്ലേ? കുറച്ച് ചില്ലറ പൈസ ബാക്കി വരില്ലേ? ആ ബാക്കി വന്ന പൈസ എനിക്ക് പറഞ്ഞ സാധനം, മനസ്സിലായില്ലേ? ആ ബാക്കി വന്ന സംഭവമാണ് ഇത്. പക്ഷെ നിങ്ങൾ അറിയുന്നില്ല, ആ ബാക്കി വന്ന പൈസക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ളതെന്ന്. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നാണ്. അപ്പൊ നമുക്ക് ബാക്കി വരുന്ന ചിലവ്, ഒരു മാസത്തിൽ നിങ്ങൾ ഒരു 2-3 ദിവസം കൂടെ നമ്മൾ പർച്ചേസിന് പോകുന്നു, അപ്പൊ ഒരു 20-25 രൂപ അല്ലെങ്കിൽ ഒരു 50 രൂപ ബാക്കി വരുന്നു. ആ ബാക്കി വരുന്ന പൈസയാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ ബാക്കി വരുന്ന പൈസയാണ് നിങ്ങൾ എനിക്ക് 300 രൂപ എന്ന രീതിയിൽ തരുന്നത്. അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, യെസ്. ഹിന്ദു സോമനാഥ് മാഷ് ഇപ്പോഴാണ് ക്ലാസ് കയറുക. ഓക്കെ, ലതിക എന്താണ്? തീർച്ചയായും മാഷ്, യോഗ തന്നെയാണ്. അത് ലൈവ് തന്നെയാണ്. അതെ,
തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും ചോദിക്കാറുണ്ട് എങ്ങനെ ഇത്രയും നേരം എഴുന്നേറ്റ് യോഗയ്ക്ക് പ്രിഫറൻസ് കൊടുക്കുന്നു എന്ന്. അതിന്റെ സുഖവും സന്തോഷവും നമുക്കെല്ലാം അറിയാം. തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന ഒരു സന്തോഷം ബാക്കിയുള്ളവർ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത. ഇപ്പൊ ഒരു സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞാലും നമ്മൾ എല്ലാ സിനിമയും പോയി കാണാറില്ല. അതുപോലെ തന്നെ നമ്മൾ എന്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കാരണം നിങ്ങൾ ആ പാറ്റേണിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേവ് ലെങ്ത്തിൽ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കയറിക്കോളൂ, ഇതാണ് നമ്പർ 3 ഉണ്ട് അവിടെ കേട്ടോ. ഓക്കെ, ഭവാനി ശശി മാഷ പഠിപ്പിക്കാതെ തന്നെ ടീച്ചർ എന്ന് വിളിക്കും എന്ന് എന്തെങ്കിലും നല്ലത് പറഞ്ഞു കൊടുത്താലും ടീച്ചർ എന്ന് വിളിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മൾ ചെല്ലുകയും ആളുകളുടെ ഒരു അംഗീകാരം കിട്ടുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഈ ടീച്ചർ വിളിയുടെ ഒരു പ്രത്യേകത. അതിന് ഈ ടീച്ചർ വിളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവസാനം ടീച്ചർ എന്ന് വിളിച്ചതിൽ നിന്ന് വേറെ വിളിക്കാൻ ഉള്ള ഒരു സാധ്യത ഉണ്ടാക്കി വരും. നമ്മൾ എന്നും അറിവുകൾ ഇങ്ങനെ കൂട്ടി നമ്മൾ ടീച്ചറായി, ഇനി കഴിഞ്ഞു, ഇനി ഉള്ളത് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഉണ്ട്, അതൊരു ടീച്ചറിസം അല്ല. നമ്മൾ എന്നും പുരോഗതിയിലേക്ക് അറിവുകൾ കൊണ്ട് മുകളിലേക്ക് പറക്കാൻ പഠിക്കണം. ആ അറിവുകൾ കിട്ടുമ്പോഴാണ് നമ്മൾ മുകളിലേക്ക് പോയി. അല്ലാതെ ഇവിടെ എന്ത് പഠിച്ചോ അതുകൊണ്ട് നിർത്തിയാൽ നമ്മൾ ഒന്നും ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ തിയറി ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് തിയറി ക്ലാസ്സുകൾ എടുക്കുമ്പോൾ ഞാൻ ഇരട്ടിയിലധികം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആഗ്രഹം കൊണ്ട് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ആഗ്രഹം പൂർത്തീകരണം സംഭവിക്കുക. ഞാൻ പഠിച്ചാൽ എൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുള്ളൂ. ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എവിടേക്കാണ് വിട്ടുപോയിട്ടുള്ളത് അതൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കില്ലായിരുന്നു. ഓക്കെ, ഇന്ദു സോമൻ എനിക്ക് ലൈവ് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ എന്തോ പോലെയാണ്. എന്തോ പോലെ ഒന്ന് കണ്ടുപിടിക്കുക എന്താന്നുള്ളത്. ഓക്കെ, യെസ്, ചെയ്തില്ലെങ്കിൽ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ 5 മണിക്ക് എഴുന്നേറ്റ് വന്നിരിക്കുന്നു സമ്മതിച്ചു കൊടുക്കാം. പക്ഷെ പ്രാക്ടീസ് ഞാൻ ഇന്ന് ചെയ്യുന്നില്ലെന്ന് പറയാൻ വേണ്ടി കുറെ എണ്ണം വരും. അവരാണ് ശരിക്കും ഞാൻ ആലോചിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവർ ഈ 5 മണിക്ക് എഴുന്നേറ്റ് വന്ന്. 5 മണിക്ക് നമുക്ക് ക്ലാസ്സിൽ കയറണമെങ്കിൽ ഒരു 4:30 എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ, എന്നെ വെച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ പറ്റുള്ളൂ. എന്നിട്ട് വന്നിരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അല്പം തോന്നുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ വില എനിക്ക് അറിയില്ല എന്നുള്ളതാണ് കേട്ടോ. അറിയാത്തതാണ് നിങ്ങളുടെ വിജയം. എനിക്ക് എൻ്റെ വില അറിയെങ്കിൽ ഞാൻ പതുക്കെ കുറച്ച് ഹെഡ് വെയിറ്റ് കൂടിയാണ്. അത് കൂടാത്തതിന്റെ കാരണം എനിക്ക് എൻ്റെ വില അറിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ലസിത ചേച്ചി എന്താണ് സോറി പക്ഷേ സാറില്ല, അപ്പൊ അതൊക്കെ പോയിക്കോട്ടെ, അതൊക്കെ ക്യാൻസൽ ചെയ്തു. ഓക്കെ, ബിന്ദു രഘുനാഥ് ലൈവാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും മാലശ്ശേരി ഓഫീസിൽ അഡ്മിനിസ്ട്രേഷൻ ചില്ലറ പണിയല്ല, നല്ല ക്ഷമമാണ്. തീർച്ചയായിട്ടും ക്ഷമ വേണമെന്ന് മാത്രമല്ല അസാമാന്യ കഴിവും മെയ്വഴക്കം വേണമെന്നുള്ളത്. മെയ്വഴക്കം എന്ന് വെച്ചാൽ കളരിയുടെ മെയ്വഴക്കമല്ല, ഓരോരുത്തരെ ഓരോ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വേണം, നമുക്ക് എന്ത് വേണം, അത് മാത്രമല്ല നമ്മൾ കൂടെയുള്ള ജോലിക്കാരെ. ഇപ്പൊ എനിക്കില്ലാത്തൊരു സ്വഭാവമാണ്, നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയെടുക്കണം ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഇപ്പൊ എനിക്ക് നിങ്ങളോട് വീട്ടിലാരൊക്കെ ഉണ്ട്, എന്തൊക്കെയുണ്ട്, എന്താ വിശേഷം, അങ്ങനെയൊക്കെ കൂടുതൽ ചോദിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷെ നിങ്ങൾ ലേഡീസിന് അത്ര പരിധി വയ്ക്കേണ്ട കാര്യമില്ല. എന്നാലും പ്രശ്നമാണ്, എന്നാലും പറയാണ്. അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ മാത്രമല്ലാതെ അവരുടെ വീട്ടുവിശേഷങ്ങൾ ചോദിച്ച് ഓർത്തു വെച്ചിട്ട് എപ്പോഴെങ്കിലൊക്കെ അതിനെ പറ്റി ചോദിക്കുന്നത് അവർക്ക് നമ്മളോടുണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ, വൈബുണ്ട്. ആ വൈബ് അതിന്റെ വൈബ്രേഷൻ അത് അവരിൽ ഉണ്ടാക്കാൻ, നമ്മളെ കുറിച്ച് അവരിൽ ഉണ്ടാക്കാൻ വളരെ ഗുണം ചെയ്യും. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അവരുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ ഓർത്ത് വെക്കണം. ഓർത്ത് വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പഠിച്ചു വെച്ചോളാം. ഓക്കെ, പിന്നെന്താണ് സന്ധ്യ കേസ്, ഞാൻ ലൈവ് ക്ലാസ് മാത്രമായിട്ട്. വെരി ഗുഡ്, 5 മണിക്ക് തന്നെ ചെയ്യുന്നതാണ് നല്ല എനർജറ്റിക്കാണ്. ഓക്കെ, വെരി ഗുഡ്. ഷെമിയ അനുപമാഷ പിന്നെ ക്ലാസ്സിൽ ചേർന്ന് പിന്നെ രാവിലെ മുതൽ രാത്രി വരെ കിടക്ക വരെ ഒരു എനർജി ലെവലാണ്. സത്യത്തിൽ ആ എനർജി ലെവൽ എനിക്ക് അറിയില്ല എന്നുള്ളത്. നിങ്ങൾ ഈ എനർജി ലെവൽ എന്നൊക്കെ പറയുന്നില്ല, എനിക്ക് കിട്ടുന്നതാണോ എനിക്കത് പറയാൻ പറ്റുന്നില്ല, പക്ഷെ നിങ്ങളത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അനിത പറ പുതിയ വീട് പണി നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, തലശ്ശേരിയിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ അറിയില്ല. രസീത ഒരിക്കലും അല്ല, പക്ഷെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്ക് യോഗ ക്ലാസ്സിൽ നിന്നും ഭാഷയിൽ നിന്നും കിട്ടിയതാണ്. ഓക്കെ, തീർച്ചയായിട്ടും ആ സന്തോഷം മുന്നോട്ട് പോട്ടെ. പിന്നെന്താണ് മിനി ചന്ദ്രൻ, വല്ലാതെ ഇരുന്നപ്പോൾ പോലും ലൈവ് ക്ലാസ് കൊടുക്കാറില്ല. ഓക്കെ, വെരി ഗുഡ്, അതാണ് അതിൻ്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു വൈബ്. ഇന്ദു ദിവസം അന്നത്തെ ബൂസ്റ്റർ ഡോസിന് വേണ്ടിയിട്ടാണ്, ഓരോ ദിവസത്തെ ബൂസ്റ്റർ കിട്ടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ് ശോഭ പി കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ദിര രവീന്ദ്രൻ എനിക്ക് ലൈവ് ക്ലാസ് തന്നെയാണ് ഇഷ്ടം. ഓക്കെ, വെരി ഗുഡ്. ബിന്ദു ജോൺസ് എപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട് സാറിന്റെ ക്ലാസ്സിൽ ചേരാൻ ഭാഗ്യം കിട്ടിയതിന്. ഞാൻ വേറെ യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒന്നും കിട്ടാത്തൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ക്ലാസ്സിന് കിട്ടുന്നതെന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സിൽ അത് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കിട്ടുന്നതല്ല, അത് നമ്മുടെ ക്ലാസ്സിൽ അതിനെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ മറ്റുള്ള കാര്യങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ വലിയ മൈൻഡും ചെയ്യുന്നില്ല എന്നുള്ളതാണ്, അതാണ് അതിന്റെ പ്രത്യേകത. ഓക്കെ, ശ്രീജ ടീച്ചർ ക്ലാസ്സിൽ കയറുന്നില്ല എന്ന് പറയാൻ എണീക്കണ്ടേ എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും അത് എണീക്കണം. ഓക്കെ, വിജിഷ സമയം കഴിഞ്ഞു. സമയം 7:34.
ഇതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു കുഴപ്പം. ചിലര് സോപ്പിട്ടാലെ കാര്യങ്ങൾ നടക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി സമയം കളയണ്ട, ഞാൻ ക്ലാസ് തുടങ്ങി. അതായത് 7 മണിക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു വിദ്വാൻ 7 മണിക്ക് ക്ലാസ് തുടങ്ങി വെച്ചിട്ട് പഠിക്കേണ്ട വിഷയത്തിലേക്ക് വരുന്നത് 7:30, അതായത് 34 മിനിറ്റിന് ശേഷമാണ് പഠിക്കേണ്ട വിഷയത്തിൽ വരിക. വലിയ ടീച്ചറും വലിയ അധ്യാപകനാണല്ലോ, ഇതാണല്ലോ അധ്യാപകൻ. അപ്പൊ കുട്ടികൾ ഒരുപാട് പഠിക്കും, ഒരുപാട് നേരെയാവും. ഇങ്ങനെ വേണം, എന്താ പറയാ അല്ലെ, എന്താ അല്ലേ. യെസ്, ക്ലാസ് തുടങ്ങി വയ്ക്കുന്നു. നമസ്കാരം, ഞാൻ ബൈജു ആനന്ദ്, യോഗ സയൻസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സൗഖ്യാർത്ഥം ധ്യാനം ജ്ഞാനാർത്ഥം ധ്യാനം ആരോഗ്യാർത്ഥം ധ്യാനം. ഇന്ന് 2023 ഓഗസ്റ്റ് 17 ഞായറാഴ്ച രാവിലെ കൃത്യം 7 മണിക്ക്. നമുക്ക് 7 മണി എന്ന് പറയുമ്പോൾ എനിക്ക് 7 മണിക്കല്ല, ഇന്ന് 7:30 ക്ലാസ് തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വിഷയത്തിലേക്ക് പോകാം. യെസ്, ബുക്ക് എടുത്തോളൂ. ഞാൻ ഇവിടെ നിന്ന് ബുക്കിനെ ഒന്ന് പ്രതിഷ്ഠിക്കട്ടെ. ഓക്കെ, യെസ്, ബുക്ക് എടുത്തോട്ടെ. ബുക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല, വെറുതെ ഇരുന്ന് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ പഠിച്ചത് വിഭജനത്തെ കുറിച്ചാണ്. വേദത്തിനെ വിഭജിച്ചു. അപ്പൊ വേദം എന്താണെന്ന് നമുക്ക് അറിയാം. വേദം എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അറിവ് എന്നാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിച്ചത് അറിവ് എന്നാണ് അതിന് വാക്കിന്റെ അർത്ഥം. വിത് എന്ന വാക്കിന്റെ എപ്പോഴും എട്ടിമോളജി എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, അത് ഇന്ന് പഠിക്കുന്നുണ്ട്. അതായത് ഒരു വാക്ക് എവിടെ നിന്നുണ്ടായി. ഇപ്പൊ ആരും ഇവിടെ ലാസ്റ്റ് മെസ്സേജ് സരോജിനി രഘുനാഥൻ ഇടയ്ക്ക് ഏറ്റവും അവസാനത്തെ മെസ്സേജ്. ഓക്കെ, സരോജിനി എവിടെ നിന്നുണ്ടായി, അതാണ് ഈ സൃഷ്ടി. അപ്പൊ റൂട്ട് എട്ടിമോളജി എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് എവിടെ നിന്നാണ് ഈ സാധനം ഉണ്ടായത്, അത് തന്നെയാണ്. ഇപ്പൊ വേദം എന്നുള്ള വാക്ക് എവിടെ നിന്നുണ്ടായി, അത് അങ്ങനെയാണ് അതിന് പറയുക. അതിന് വേറൊരു വാക്ക് എന്ന് പറഞ്ഞാൽ യോഗയിൽ പറയും നിരുക്തം എന്ന് പറയാം. നിരുക്തം, എവിടെ നിന്നുണ്ടായി എന്നുള്ളത്. അപ്പൊ സരോജിനി ചേച്ചി എവിടെ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും എന്റെ അച്ഛനും അമ്മയും ഇന്നതാണ്, ഇന്ന വീട്ടിലാണ് ജനിച്ചത്, അങ്ങനെയാണ് അതിന്റെ. അപ്പൊ വേദം ജനിച്ചത് എവിടെ എന്ന് പറഞ്ഞാൽ വിത് എന്നുള്ളൊരു വാക്കിൽ നിന്ന്. വിത് മറന്നു വരുന്നില്ല, അതിനെ പറഞ്ഞു തന്നെ. ഇങ്ങനെ ആരും പറഞ്ഞു തരില്ല. വിത് റൂട്ട്, അതിന്റെ റൂട്ട് അവിടെ നിന്ന്, എന്റെ റൂട്ട് ഇന്ന വീട്ടിൽ നിന്നാണ്, ഇന്ന തറവാട്ടിൽ നിന്നാണെന്ന് പറയുന്ന പോലെ തന്നെ വേദം എന്ന വാക്കിന്റെ റൂട്ട് വരവ് എവിടെ നിന്നാന്ന് വെച്ചാൽ എവിടെ നിന്ന് പറയാ, അതിന്റെ ആ വരവാണ് എവിടുന്ന്, വിത് എന്നുള്ള വാക്യം. അതാണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. അതുപോലെ തന്നെ ഈ വേദങ്ങളെ 4ആയിട്ട് വിഭജിച്ചു. വേദങ്ങളെല്ലാം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ശരിയാണോ തെറ്റാണോ എന്ന് അറിയില്ലെങ്കിലും 200 സന്യാസിമാരും 40ഓളം സന്യാസിനിമാരുടെ സംഭാവനയാണ് ശരിക്കും അത് വേദമന്ത്രങ്ങൾ. ഈ വേദമന്ത്രങ്ങളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ വ്യാസനാണ് ഈ വേദമന്ത്രങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്തു, 4ആയിട്ട് ഭാഗിച്ചു. അതിനാണ് ആ 4 വേദങ്ങളെയാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. എന്നാൽ പുള്ളിയല്ല ഇത് എഴുതി വെച്ചത്. ആ കളക്ട് ചെയ്ത വേദമന്ത്രങ്ങളൊക്കെ ഇട്ട് ഇത് എടുത്തിട്ട് ഒരു സെക്ഷനാക്കി. ഇതിന് ഋഗ്വേദം എന്ന് പറഞ്ഞത്. എന്നിട്ട് അതിനെ കുറിച്ച് എഴുതാൻ ഏൽപ്പിച്ച ഒരു സന്യാസിയുടെ പേരാണ്, അല്ലെങ്കിൽ ഒരു ഋഷിയുടെ പേരാണ് പൈലൻ. ഋഗ്വേദം അപ്പൊ ശരിക്കും പറഞ്ഞ പൈലനാണ് എഴുതിണ്ടാക്കിയത്. അപ്പൊ മനസ്സിലായില്ലേ? യെസ്. അപ്പൊ നമ്മൾ പറയില്ലേ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഹെഡ് ഇരിക്കണം. ആ ഹെഡിന്റെ താഴെയുള്ള കുറെ അധ്യാപകരുണ്ട്, അവരാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതുന്നത്. പക്ഷെ പേര് വരുമ്പോൾ ഹെഡിനായിരിക്കും. ഇപ്പൊ നമ്മള് ചന്ദ്രയാൻ വിട്ടപ്പോ നമ്മുടെ വേണുഗോപാൽ അല്ലെ, വേണുഗോപാൽ എന്നല്ലേ പേര് പറഞ്ഞു, അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ. അദ്ദേഹത്തിനാണ് അതിന്റെ ക്രെഡിറ്റ് ഫുള്ള് പോകും. പക്ഷെ അദ്ദേഹമാണ് ഇരുന്നിട്ട് ഇങ്ങനെ മുട്ടി ഒരു ഷീറ്റ് എടുത്ത് വളച്ച് ഇങ്ങനെ മുട്ടുണ്ടാക്കിയതാണ് അല്ല. പക്ഷെ പേര് വരുമാരായിരിക്കും, അദ്ദേഹത്തിനായിരിക്കും പേര് വരും. ആ സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ഈ ഋഗ്വേദത്തിന്റെ ഒരേ സ്വഭാവമുള്ള കുറെ വേദങ്ങൾ എടുത്ത് അതിനെ ഋഗ്വേദം എന്ന് പേരിട്ടിട്ട് ആരോട് പറഞ്ഞു, ഈ വേദങ്ങളൊക്കെ നീ എഴുതിണ്ടാക്കുക. ആരാണ് എഴുതിയത്? പൈലൻ. എഴുതി വെച്ചോ, എഴുതി വെക്കണ്ട, ബുക്കിലുണ്ട്. പൈലൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളിനാണ് അത് ഏൽപ്പിച്ചത്. ഇനി യജുർവേദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു കൊടുത്ത ഋഷിയുടെ പേരാണ് വൈശമ്പായൻ. ഓർത്ത് വെച്ചോളൂ, വൈശമ്പായൻ. ബുക്കിലുണ്ട്, നിങ്ങൾ അത് എഴുതി വെക്കണമെന്നില്ല. ഇനി സാമവേദം എടുത്തിട്ടുണ്ട്. സാമവേദം അങ്ങനെ ആര്, നമ്മുടെ എടുത്തിട്ട് ആരെ കൊടുത്തു? ജൈന മഹർഷി, ജൈമിനി മഹർഷിനെ ഏൽപ്പിച്ചു. വ്യാസൻ ഇത് ഇത്രയും കളക്ട് ചെയ്ത്, ഇതൊക്കെ യജുർവേദത്തിൽപ്പെട്ടതാണ്, നീ ഇത് സാമവേദത്തിൽപ്പെട്ടതാണ്, ഇത് നീ കറക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ആര്? ജൈമിനിയെ ഏൽപ്പിച്ചു. ഇനി ബാക്കിയുള്ളതുണ്ട്, ആർക്കും വേണ്ടാത്ത കണ്ടറും കുറച്ച് സാധനങ്ങൾ. പിന്നെ അഥർവവേദം എടുത്തിട്ട് സുമന്തു എന്ന് പറഞ്ഞിട്ടുള്ള ഋഷിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് ഒരു നല്ല ബുക്കായിട്ട് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഈ സാധനം ഉണ്ടായത്. ഓക്കെ, അപ്പൊ 4ആയിട്ട് ചോദിച്ചു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം, അങ്ങനെയാണ് 4. ഇനി ഇതിന് ഈ 4ത്തിനും പല 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 അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ ഇത് ഇന്നതാണ് ഇതിലുള്ളത്.
ഋഗ്വേദത്തിൽ ഇന്നതാണ്. എന്നാലും ഏകദേശം അതിനെക്കുറിച്ചുള്ള കുറെ അർത്ഥങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചത്. അതിന് ഞാൻ പറയുന്നില്ല. അടുത്തേക്ക് പോകണം. അടുത്ത പാരഗ്രാഫ് രണ്ടാമത്തെ സോമനാഥ് വേണുഗോപാലല്ലേ, സോമനാഥ്, യെസ്, സോമനാഥ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിനാണ് ചെയർമാനായിട്ട് വരുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയോളും, ഞാൻ വായിക്കാണേ. വേറൊരു തരത്തിൽ അപ്പൊ വേദങ്ങളെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അത് തന്നെ ഓരോ വേദത്തിന് എടുത്തിട്ട് പിന്നെയും അതിന്റെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി, ഇപ്പൊ ഋഗ്വേദം എടുത്ത പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി അതിന് മൂന്നായിട്ട് മൂന്ന് ഖണ്ഡങ്ങളാക്കിയിട്ടുണ്ട്, മൂന്ന് ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതാണ് കർമ്മകാന്ഡം, അതുപോലെ തന്നെ ഉപാസന കാന്ഡം, ജ്ഞാനകാന്ഡം. മൂന്നായിട്ട് ഓരോന്നിനെ അങ്ങനെ തന്നെ മൂന്നായിട്ട് വിഭജിച്ചു. അങ്ങനെ ഒരു വിഭജനം അതിൻ്റെ ഉള്ളിൽ നടത്തി. മനസ്സിലായി? ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മളിപ്പോ ഒരുമിച്ച് ഇങ്ങനെ താമസിക്കുന്നു. ആ താമസിക്കുന്നതിൽ കുറച്ചിപ്പോ നമ്മൾ ഗ്രൂപ്പായിട്ട് ടൂർ പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ടൂർ പോയപ്പോൾ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ തിരിക്കില്ലേ, എന്നിട്ട് ആ ഗ്രൂപ്പിൽ പിന്നെ തിരിവുണ്ടാവും എന്ന് പറയും. അപ്പൊ നമ്മൾ പറയാം 50 പേര് 10 പേരെ വെച്ച് 5 ടീം വെച്ചു. അപ്പൊ ആ 5 ടീമില് 5 ടീം ഉണ്ടെങ്കിൽ പോലും പിന്നെ ഒരു ഗ്രൂപ്പും കൂടി നമ്മൾ വേണമെന്ന് പറയും. അങ്ങനെ പറയും, എറണാകുളത്തുള്ള ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഉണ്ടാക്കാം, തൃശ്ശൂരുള്ള ഒരു ഗ്രൂപ്പിന്, ആലപ്പുഴയുള്ള ഒരു ഗ്രൂപ്പിന്, തിരുവനന്തപുരത്തുള്ള ഒരു ഗ്രൂപ്പിന് കൂടി ഉണ്ടാക്കണം. അപ്പൊ അതിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ പല പല ഗ്രൂപ്പ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ഇതാണ് പറയുന്നത്, വേറൊരു തരത്തിൽ വേദങ്ങളെ വിഭജിച്ചിരിക്കുന്നത്. അപ്പൊ വേറൊരു തരത്തിലും കൂടി വേദങ്ങൾ വിഭജിച്ചിരിക്കുന്നു. സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഏതൊക്കെ? സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ഇത് ഇങ്ങനെ വിഭജിച്ച എന്തിനാ വെച്ചാൽ ഈ വേദത്തിന് ഈ രീതിയിൽ, അതായത് സംഹിത, അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞത്, സംഹിത എന്ന് പറഞ്ഞ കളക്ഷൻ, എഴുതി വെച്ചോ അവിടെ. സംഹിത എന്ന് പറഞ്ഞാൽ കളക്ഷൻ, മനസ്സിലായോ? സംഹിത എന്ന് പറഞ്ഞാൽ കളക്ഷൻ എന്നർത്ഥം, കൂട്ടം. യെസ്. ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ബ്രാഹ്മണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ചിട്ടകൾ എന്ന് എഴുതി വെച്ചോളൂ. ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ ചിട്ടകൾ എന്ന് എഴുതി വെച്ചു. ആരണ്യകം, ആരണ്യകം എന്ന് പറഞ്ഞാൽ കാടാണ്, എന്നാലും യജ്ഞങ്ങൾ എഴുതി വെച്ചു. കാട്, അരണ്യം, കാട് തന്നെയാണ് അതിന്റെ അർത്ഥം. യജ്ഞം എന്ന് എഴുതി, യജ്ഞങ്ങൾ നടത്തില്ല, യാഗങ്ങൾ, യജ്ഞങ്ങൾ. ഓക്കെ. ഉപനിഷത്ത്, ലാസ്റ്റ് ഉപനിഷത്ത്, അതിനെ ജ്ഞാനം, അറിവ് എന്ന് എഴുതി വെച്ചു. ഒന്ന് എഴുതി വെച്ചു. അപ്പൊ 4 എഴുതി വെച്ചിട്ടുണ്ട്. യെസ്. ഇനി അവിടെ നിന്നോട്ടെ. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട്, മനുഷ്യ ജന്മം എന്ന് പറയുന്ന 4 ഭാഗങ്ങൾ ചേർന്ന് 4. അപ്പൊ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 120. ആധുനിക സയൻസ് 120 ആണെങ്കിൽ ഇതില് ഈ ഭാരതീയ ശാസ്ത്രത്തിൽ 100 ആണ് പറയുന്നത്. മനസ്സിലായി? അതിന് 4 ഭാഗം. അപ്പൊ മനുഷ്യ ജന്മം 4 ഭാഗങ്ങളായിട്ട് മാറ്റി വെച്ചേക്കാം, തിരിച്ചേക്കാം. അതിൽ 1 വയസ്സ് മുതൽ 25 വയസ്സ് വരെ എന്ന് പറയാ ബ്രഹ്മചാരി. 1 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ബ്രഹ്മചാരി. അപ്പൊ ബ്രഹ്മചാരി കല്യാണം കഴിക്കില്ല എന്നർത്ഥം. 25 മുതൽ 50 വയസ്സ് വരെ ബ്രഹ്മചാരി. അത് കഴിഞ്ഞ് 50 വയസ്സ് വരെ ഗൃഹസ്ഥം. അപ്പോൾ 25 വയസ്സിൽ നമ്മൾ കല്യാണം കഴിക്കുന്നു, 50 വയസ്സിൽ ഗൃഹനാഥനാവുന്നു, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നു. ഓക്കെ, യെസ്. 50 വയസ്സ് മുതൽ 75 വയസ്സ് വരെ വാനപ്രസ്ഥം. അതായത് 50 വയസ്സാകുമ്പോൾ നമ്മുടെ മകന് 25 വയസ്സായിട്ടുണ്ടാവും. അപ്പൊ അവൻ കല്യാണം കഴിക്കുന്നു, അവൻ പിന്നെ ഈ പറഞ്ഞ ഗൃഹനാഥനാകുന്നു. അപ്പൊ നമ്മൾ അവിടെ അധികം പറ്റാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വാനപ്രസ്ഥത്തിനും, അന്നത്തെ കാലത്ത് പോലെ വാനപ്രസ്ഥത്തിനും, ഇനി വരാൻ പോകുന്ന കാലൊക്കെ ഇതൊക്കെ തന്നെയാ, വാനപ്രസ്ഥം തന്നെയാ. വീട്ടിലാണെന്ന് മാത്രം വീട്ട് പ്രസ്ഥമാവുന്നു മാത്രമേ ഉള്ളൂ. കാരണം ഉള്ളവരൊക്കെ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വീട്ടുപ്രസ്ഥം. കാരണം അവന് 25 വയസ്സാകുമ്പോഴേക്കും അവൻ പറയും ഞാൻ പഠിക്കാൻ പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വാനപ്രസ്ഥത്തിന് പകരം വീട്ടുപ്രസ്ഥമാവും കേട്ടോ. ഇനി അപ്പൊ 50 മുതൽ 75 വരെ വനത്തിൽ പോയി താമസിക്കും, വാനപ്രസ്ഥം. 75 മുതൽ 100 വരെ സന്യാസം. അങ്ങനെയാണ്. അപ്പൊ ബ്രഹ്മചാര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. എഴുതി വെച്ചോളൂ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. അപ്പൊ 4 ക്ലിയർ ആയിട്ടില്ലേ? യെസ്. അപ്പൊ 4 രീതി. ഈ വേദം മനുഷ്യജന്മത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം? അങ്ങനെ കൂടി വേണല്ലോ. മനുഷ്യജന്മത്തിലേക്ക് എങ്ങനെയാണ് ഈ വേദം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? അതിനു വേണ്ടിയിട്ടാണ് വേദത്തിന് 4ആയിട്ട് ഭാഗിച്ചിട്ടുള്ളത്. അതാണ് ബ്രാഹ്മണം, സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ സംഹിത എന്ന് പറഞ്ഞ കളക്ഷൻ. ആ സംഹിത എന്ന് പറയുന്ന ജീവിതം മനുഷ്യന്റെ ജീവിതമായിട്ട് കണക്ട് ചെയ്ത 1 മുതൽ 25 വയസ്സ് വരെയുള്ള ബ്രഹ്മചര്യം. അപ്പൊ ആ ബ്രഹ്മചര്യത്തിലാണ് അത് വരുന്നത്. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഗൃഹസ്ഥത്തിൽ വരുന്നതാണ് ബ്രാഹ്മണം, 25 മുതൽ 50 വരെ. അടുത്തതിൽ വരുന്ന ആരണ്യകം, 50 മുതൽ 75 വരെ. 75 മുതൽ 100 വരെ ഉപനിഷത്ത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇനി നമുക്കത് വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, യെസ്. നോക്കിയോളൂ. വേറൊരു തരത്തിൽ വേദങ്ങളെ വിഭജിച്ചിരിക്കുന്നത് സംഹിത, ബ്രാഹ്മണം,
ആരണ്യകം, ഉപനിഷത്ത് എന്നിങ്ങനെ 4ആയിട്ടാണ്. അപ്പൊ അതിന്റെ അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു, എഴുതി വെച്ചിട്ടുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം എന്നീ ജീവിതത്തിലെ 4 ആശ്രമങ്ങളോട് ചേർത്ത് ഈ വിഭജനത്തെ കാണാം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഈ വേദങ്ങളെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോഴാണ് ഈ പറഞ്ഞ 4 ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം. ഓക്കെ, യെസ്, അത് മനസ്സിലായി വിചാരിക്കുന്നു. ശരാശരി 100 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ആയുഷ്കാലത്തെ 25 വർഷങ്ങൾ വീതമുള്ള 4 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചു 4 ആശ്രമങ്ങൾ. അതിന് 4 ആശ്രമങ്ങൾ എന്ന് പറയും. ബ്രഹ്മചര്യത്തിന്റെ കാലം വിദ്യാഭ്യാസ കാലമാണ്. ആ സമയത്ത് വിദ്യ അഭ്യസിക്കുന്ന കാലമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം കളക്ട് ചെയ്യും. സംഹിത, കളക്ഷൻ, എല്ലാ വേദങ്ങളും. ഇപ്പൊ അങ്ങനെയല്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്നു, എല്ലാം കളക്ട് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ യോഗ പഠിക്കുന്നത് ഏത് വാനപ്രസ്ഥത്തിൽ ഇരുന്നിട്ടാണ് വേദം പഠിക്കുന്നത്. പോട്ടെ, നമ്മൾ പഠിക്കുന്നത് വാനപ്രസ്ഥത്തിൽ ഇരുന്ന, അതൊരു അറിവാട്ടോ, അത് വേറെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ എല്ലാം കളക്ട് ചെയ്യാം, എല്ലാ സാധനങ്ങളൊക്കെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും പഠനമല്ല, ശരിക്കും കളക്ഷനാണ്, സംഹിതയാണ്, കളക്ഷൻ. അപ്പൊ ബ്രഹ്മചര്യത്തിൽ കാലം വിദ്യാഭ്യാസ കാലമാണ്. ഈ കാലത്തെ ബ്രഹ്മചരി വേദമന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സംഹിത ഭാഗം ഹൃദയസ്ഥമാക്കും. ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ ആയെങ്കിൽ എല്ലാവരും ക്ലിയർ ആവേണ്ടത് എഴുതിക്കോട്ടോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, ഇനി ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ അതും പറഞ്ഞോളൂ. വേദമന്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന സംഹിത ഭാഗം ഹൃദയസ്ഥമാക്കുന്നു. വേദമന്ത്രങ്ങളുടെ യജ്ഞ വിനിയോഗമാണ് ബ്രാഹ്മണ ഭാഗം. അപ്പൊ ബ്രാഹ്മണത്തില് നമ്മൾ ഈ പഠിച്ച വെച്ച കാര്യം അപ്ലൈ ചെയ്യും. ഇങ്ങനെ നമ്മൾ സ്കൂളിലും കോളേജിലും പോയി പഠിച്ച കാര്യമുണ്ടല്ലോ, പഠിച്ച കാര്യം 25 വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കും. അപ്പൊ വീട്ടിൽ വന്നവർക്ക് അപ്ലൈ ചെയ്യും. നീ അങ്ങനെ ചെയ്യണം, നീ അടുക്കളയിൽ കയറുന്നത് ശരിയല്ല, നിന്റെ ഇത് ശരിയല്ല, കറി വെച്ചത് ശരിയല്ല, ചോറ് വെച്ചത് ശരിയല്ല, നീയേ ശരിയല്ല. ഏത് ഞാൻ പഠിച്ചു വെച്ച് നോക്കുമ്പോ നീയേ ശരിയല്ല. ഇപ്പൊ ശരിയായില്ലേ? ഇതാണ് ശരിക്കും പറഞ്ഞ എന്തിൽ നടക്കുന്നത്? ഗൃഹസ്ഥില് അല്ലെ, ഗൃഹസ്ഥാശ്രമത്തിൽ നടക്കുന്നത് ശരിക്കും ഇതല്ലേ. നീ അലക്കുന്നത് ശരിയല്ല, നീ രാവിലെ എണീക്കുന്ന സമയം ശരിയല്ല, നിന്റെ ചായ ശരിയല്ല, നിന്റെ കറി ശരിയല്ല, കൂട്ടാൻ ശരിയല്ല, ചോറ് ശരിയല്ല, നീയേ ശരിയല്ല. ഇതാണ് അവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് 25 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. അപ്പൊ നമ്മൾ ടോട്ടാലിറ്റി നമ്മൾ പറയും നീയേ ശരിയല്ല. അപ്പൊ പിന്നെ അലമ്പായി തുടങ്ങും കേട്ടോ, അവിടെ കേട്ടെ. അപ്പോ അവിടെയാണ് ബ്രാഹ്മണർ. ഓക്കെ, യെസ്, ഇത് കർമ്മകാണ്ഡത്തിൽ പെടുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് കർമ്മകാണ്ഡം അവിടെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കർമ്മകാണ്ഡം എന്നുള്ളത് കേട്ടോ, അതിൽ പെടുന്നതാണ്. ഇത് ഗൃഹസ്ഥാശ്രമി അനുഷ്ഠിക്കേണ്ടതാണ്. അതുപോട്ടെ. തുടർന്ന് വരുന്ന ആരണ്യകം, അടുത്ത ആരണ്യം. അപ്പൊ 50 വയസ്സ് മുതൽ മുകളിലേക്ക് വേണം. ആരണ്യകം ഉപാസനാകാന്ഡം തന്നെയാണ്. ആ കാണ്ഡൊക്കെ അവിടെ നിൽക്കട്ടെ. ഏകാന്തതയിൽ തപോ ആസനയും ആത്മീയ ചിന്തയും ചെയ്യാൻ വാനപ്രസ്ഥകാലം ഉചിതം. അതായത് ഈ നമ്മള് 1 മുതൽ 25 വയസ്സ് വരെ നമ്മള് സാധനങ്ങളൊക്കെ പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു, കുറച്ചൊക്കെ പഠിച്ചു. 25 മുതൽ 50 വരെ നമ്മൾ അപ്ലൈ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്തു. ഏത് കൂടെയുള്ള പാർട്ട്ണറുടെ മുകളിൽ നമ്മൾ അപ്ലൈ ചെയ്തു. 50 വയസ്സാകുമ്പോഴേക്കും അപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒടിഞ്ഞു പോയിണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 50 വയസ്സാകുമ്പോഴേക്കും ആണുങ്ങളൊക്കെ ഡീസെന്റ് ആയിട്ടുണ്ടാവും, പിന്നെ പെണ്ണുങ്ങളൊക്കെ ഇച്ചിരി ഗൗരവമാണ്. അപ്പൊ ഈ 50 വയസ്സാകുമ്പോൾ നമ്മൾ വാനപ്രസ്ഥയ്ക്ക് പോകുമല്ലോ, പിന്നെ അവിടെ ഇരുന്ന് ഇതിനെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അതിനെ കുറിച്ച് പറഞ്ഞത് ആരണ്യകത്തിൽ ഈ പറഞ്ഞ എന്തൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ അത് അപ്ലൈ ചെയ്തതൊന്നും ശരിയായില്ല. ഇനിയാണ് ശരിയായിട്ടുള്ള പഠനം. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പഠി യോഗ പഠിച്ചപ്പോ നിങ്ങൾ ഈ തിയറിയൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോഴാണ് ശരിയായിട്ടുള്ള പഠനം നിങ്ങൾ നടത്തുന്നത്. ഇത്രയും നാൾ കുറെ പേരിൽ മുകളിൽ അടിച്ചേൽപ്പിക്കുകയും കുറെ കളക്ഷൻ നടത്തുകയൊക്കെ ചെയ്ത് ഇപ്പോഴാണ് ശരിക്കും 50 വയസ്സ് മുതൽ 75 വയസ്സ് വരെയാണ് ശരിയായ പഠനം. ഇനി സുഖ പഠിക്കാം, കാരണം വീട്ടിലാരും ഉണ്ടാവില്ല, മക്കളൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. ഈ കാലമാടന്മാരെ നോക്കാനായിട്ട് വേറെ വല്ല വഴിക്ക് പോയി രക്ഷപ്പെടാതെ അവർക്ക് മനസ്സിലായതുകൊണ്ട് അവരൊക്കെ രക്ഷപ്പെടും. നമ്മൾ ഇവിടെ ഇരുന്ന് യഥാർത്ഥ പഠനം തുടങ്ങും. അപ്പൊ യഥാർത്ഥ പഠനം ഇപ്പഴാ കേട്ടോ. ഇപ്പൊ ഉള്ളവരൊക്കെ 50 ആയിരുന്നു നോക്കില്ല. ഇപ്പൊ ചിലർ എനിക്ക് 45 ആയിട്ടുള്ളൂ, ഇല്ലില്ല, ഇപ്പൊ 50ലേക്ക് നിങ്ങളെല്ലാം 50ലേക്ക് പ്രൊമോട്ട് ചെയ്തു. ഈ ക്ലാസ്സിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ 50ലേക്ക് പ്രൊമോട്ട് ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പൊ വാനപ്രസ്ഥം ആരണ്യകം അവിടെ ഞാൻ ആ ആരണ്യകത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സകല സാധനങ്ങളും പഴയ ബുക്ക്. അതുകൊണ്ടാണ് ഈ പഠിച്ച കാലത്തെ ബുക്കുകളൊന്നും കളയരുതെന്ന് പറയുന്നതിന്റെ കാരണം എന്താ പറയുക, ഇപ്പൊ അത് എടുക്കുമ്പോ ഒരു എന്താണ് മറ്റേ മണം ഉണ്ടാവും, ഒരു പഴയ മണം. അതിങ്ങനെ തുറന്നു വെച്ചിട്ട് വയ്ക്കൂ, അന്നത്തെ കാലത്ത് ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തൊക്കെയായനെ. അന്നത്തെ കാലത്ത് ബുക്ക് എടുത്ത് വായിച്ചിട്ട് പറയണേ, അന്നത്തെ കാലത്ത് ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ആരായനെ, പുലിയായനെന്ന് പറയും. അപ്പൊ ഈ സമയത്ത് ഇരുന്ന് ഇത് പഠിക്കാം കേട്ടോ. അപ്പൊ വാനപ്രസ്ഥത്തിൽ എന്താ നടക്കാന്ന് പറയാം, അന്ന് പഠിച്ച കാര്യങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കുന്നപ്പോഴാണ്. ഓക്കെ,
പിന്നെന്താണ് ഉചിതം അവസാന ആരണ്യകത്തിന്റെ അവസാന ഉപനിഷത്ത് എന്ന സങ്കല്പം ഈശോവാസ്യം പക്ഷെ അതൊക്കെ പോട്ടെ. സന്യാസി ആശ്രമികൾക്കുള്ളതാണ് ഉപനിഷത്ത്. എന്നിട്ട് എന്താണെന്നറിയോ, ഈ ഈ വാനപ്രസ്ഥത്ത് പോയി എല്ലാം പഠിച്ചു കഴിയുമ്പോ ഇപ്പൊ നിങ്ങൾ പറയല്ലോ, ഹായ് ആരുടെ മുമ്പിൽ എനിക്ക് നിൽക്കാനുള്ള സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയില്ലേ, അത് തന്നെ. അപ്പൊ ആരണ്യത്തിൽ പോയി പഠിച്ചു, 75 വയസ്സൊക്കെ ഇപ്പൊ താടി വളർന്നുണ്ടാവും, അതൊക്കെ വെളുത്തിട്ടുണ്ടാവും, എല്ലാ താടിയും വളർത്തി ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ വന്ന് നേരെ നാട്ടിലേക്ക് ഒരു കമണ്ടലു, ഒരു കുണ്ടലിനിയല്ലോ മറ്റേ കുണ്ടലിനി പൊക്കണ സാധനം, അതിനാണ് ആ സാധനമായിട്ട് ഇങ്ങനെ വരും. വന്നിട്ട് താടിയൊക്കെ വളർത്തിട്ട് ഞാൻ സന്യാസിയായി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എല്ലാ അറിവും കിട്ടി. കാട്ടിലിരുന്നിട്ട് കാണും, വേറെ പണിയൊന്നുമില്ല, എല്ലാ ബുക്കുകളും ഇരുന്ന് വായിച്ച് നല്ല അറിവ് കിട്ടി. സന്യാസിയായിട്ട് തിരിച്ചു വരും. ഇനി 75 വയസ്സ് മുതൽ 100 വയസ്സുള്ള ബാക്കിയുള്ളവർ പഠിപ്പിക്കുന്ന സമയമാണ്. അതാണ് പറഞ്ഞത്. കണ്ടോ, അവസാന ഭാഗം എന്ന അർത്ഥം വരുന്നത് ഉപനിഷത്ത് അവസാന ഭാഗമാണ് നമ്മുടെ വേദത്തിന്റെ അവസാന ഭാഗം എന്ന അർത്ഥത്തിൽ ഇതിന് വേദാന്തം എന്ന് പറയും. അപ്പൊ ഈ സന്യാസി ഇങ്ങനെ വന്നിട്ട് വേദാന്തങ്ങൾ പറയാൻ തുടങ്ങും. ഓം ക്രീം കുട്ടിച്ചാത്തായ മഹാ എന്നൊക്കെ എന്താ അർത്ഥം, അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അതാണ് ഈ വേദാന്തം പറയാൻ. നമ്മൾ ചെറുപ്പത്തിൽ പറയും, നീ വലിയ വേദാന്തം പറയണ്ടെന്ന് പറയും. നീ വലിയ വേദാന്തം പറയണ്ടത്. കാരണം എന്താ, വേദാന്തം പറയാനുള്ളത് നിനക്ക് 75 വയസ്സാകുമ്പോൾ നീ പഠിച്ചിട്ട് വന്നിട്ട് വേദാന്തം പറഞ്ഞാൽ. വേദ അന്തം, വേദത്തിന്റെ അവസാനം, അതാണ് ഉപനിഷത്ത്. മനസ്സിലായി? ഉപനിഷത്ത് എഴുതി വെച്ചോളൂ. ഉപനിഷത്ത്. ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത്, നിഷത്ത് എന്ന് പറഞ്ഞാൽ ഇരിക്കുക, ഇത്രയുള്ള അർത്ഥം. അടുത്തിരിക്കുക എന്നാണ് ഉപനിഷത്തിന്റെ അർത്ഥം. അടുത്തിരിക്കുന്നവനോടെ പറഞ്ഞു കൊടുക്കുള്ളൂ. ഇപ്പൊ നോക്കിയാൽ 43 പേര് ക്ലാസ് ഉണ്ട്. ഈ 43 പേർക്ക് 200 പേരിൽ 43 പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണം. ഇതാണ് ഉപനിഷത്ത്. ബാക്കിയുള്ളവരൊക്കെ ഇനി രണ്ടാമത് കേട്ടിട്ട് കാര്യമില്ല, പോയി, ഇതിന്റെ വൈബ് പോയി. ഇനി എപ്പോഴെങ്കിലും ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല, നോഫൽ. ഇപ്പൊ കേൾക്കണം, അപ്പോഴാണ് അതിന്റെ ഒറിജിനൽ ഫലം കിട്ടുക. 43 പേർക്ക് ഒറിജിനൽ കിട്ടി. അതാണ് ഉപനിഷത്ത്. അടുത്തിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ കേട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് പറഞ്ഞു തരുന്നു. നമ്മൾ ടൂർ പോയപ്പോ ആ ചേട്ടൻ നമ്മളെ ഇതൊക്കെ ലൈവ് ഫുഡ് ആയിരുന്നു പറഞ്ഞപ്പോ ഞാനും പെട്ടുപോയി. പക്ഷെ ലൈവ് ഫുഡ് കിട്ടിപ്പോ ഈ ജാതിയായി പോയി. അവിടെ ലൈവ് ഫുഡിന്റെ കൂടെ ഓക്കെ യെസ്. പക്ഷെ അതിൽ ഫുഡായിരുന്നു. ഓക്കെ യെസ്. എന്താണ് പറയുന്നത്, പ്രേമ ടീച്ചർ എന്താണ് ശരിയാണ്. പക്ഷെ ഇപ്പോൾ ശരിക്കും പഠിക്കാൻ സമയമുണ്ട്. തീർച്ചയായും എന്തും പറ്റില്ല എന്ന് കറി കിട്ടിയില്ലോ, ആ കറി കഴിച്ചാൽ മതി, എനിക്കിപ്പോ സമയമില്ല എന്ന് പറയാനുള്ള ധൈര്യം കിട്ടിയ ഈ സമയത്താ. ഓക്കെ അപ്പൊ നോക്കാം. ഇനി സമയത്ത് 7:51. ഇതും കൂടി വായിച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഭവാൻ ശേഷിക്ക് എന്തോ കൈവിട്ട് പോയിട്ട്. ഓക്കെ, അടുത്ത് വേദാംഗങ്ങൾ. അംഗം എന്ന് പറഞ്ഞ ഭാഗം എഴുതി വെച്ചോ. വേദത്തിന്റെ അംഗങ്ങൾ, ഭാഗങ്ങൾ. ഓക്കെ, ഇനി ഇങ്ങനെ വേർതിരിവുകൾ കണ്ടിട്ട് അതില് അതാണ് പഠിക്കുക. അപ്പൊ നമ്മളിപ്പോ വേദങ്ങളെ വേദ വിഭജനമാണ്. ഇനി വേദങ്ങളുടെ അംഗമുണ്ട്. അപ്പൊ നമ്മൾ പറയില്ലേ, ഈ നിൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ഈ മനുഷ്യന് 2 കൈയുണ്ട്, അത് 2 അംഗമാണ്, 2 കാലുണ്ട്. ശരീരം ഇങ്ങനെ നിൽപ്പുണ്ട്, 2 കാല് ഇങ്ങനെ ഇട്ടുണ്ട്, 2 കൈ ഇങ്ങനെ ഉണ്ട്, അതിന് കുറെ വിരലുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് അംഗങ്ങൾ, ഭാഗങ്ങൾ. ഓക്കെ യെസ്, ഞാൻ വായിച്ചോട്ടെ. അതായത് ഈ വേദാംഗങ്ങൾ എന്ന് പറയുമ്പോൾ വേണ്ട വായിക്കാം, അപ്പൊ മനസ്സിലായി. വേദപഠനം പൂർത്തിയാക്കുന്നതിന് വേദാംഗങ്ങളും പഠിക്കണം. അപ്പൊ പഠനങ്ങൾ പൂർത്തിയാകണമെങ്കിൽ വേദാംഗങ്ങൾ പഠിക്കണം. അത് തീർച്ചയായിട്ടും വേണം. നോക്കട്ടെ, എന്താണെന്നറിയോ? ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എന്നിവയാണ് വേദാംഗങ്ങൾ. 6 എഴുതി വെച്ചോട്ടോ. ശിക്ഷ എന്ന് പറഞ്ഞ എന്താന്നുള്ളത് എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കില്ല. വേറെ എങ്ങും അതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പൊ കണ്ടില്ല, ഇനി വേറെ എവിടെയെങ്കിലും ഉണ്ടാകും. ഫോണറ്റിക്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഉച്ചാരണം. ശിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5C അവതരിപ്പിക്കുന്നു. ശിഷ്യ, ആ ശിഷ്യല്ല, സ്കൂളിൽ നാടക മത്സരം നടക്കൂലേ, ഉണ്ടായിരുന്നു നേരത്തെ. 5C അവതരിപ്പിക്കുന്നു ശിഷ്യ, അതല്ല, ആ ശിഷ്യല്ല, ഇത് ശിക്ഷ എന്ന് പറഞ്ഞാൽ ഉച്ചാരണം. പഠിപ്പിക്കല്, ഈണം എന്നൊക്കെ വേണമെങ്കിൽ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ പറയാം. ഈണം പഠിച്ചോ? ഇനി ശിക്ഷ എന്ന് പറയുമ്പോൾ ഇവിടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ അർത്ഥം. അതായത് വേദത്തിനെ വിവരിക്കാൻ. ഇപ്പൊ നമ്മള് വേദം പഠിച്ചു, ഈ വേദം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, തോന്നിയ കാര്യം പറഞ്ഞു കൊടുത്ത ഓം ക്രീം കുട്ടിച്ചാത്ത, അതിനൊക്കെ ഒരു ഉച്ചാരണ രീതിയുണ്ട്, അതിനെ ഫോണറ്റിക്സ് ഉള്ള ആ സാധനമാണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ വേദത്തിന് ചൊല്ലുന്നതിന്റെ ഉച്ചാരണം ആദ്യം പഠിക്കണം. പഠിക്കാണ്ട് വെറുതെ ഇരുന്ന് കടകൊണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ യെസ്, അതിനാണ് ശിക്ഷ എന്ന് പറയുന്നത്, ഉച്ചാരണം. എഴുതി വെച്ചോളുടെ അപ്പുറത്ത്. അടുത്തത് കൽപ്പം. കൽപ്പം എന്ന് പറഞ്ഞാൽ റിച്വൽസ് എന്ന് പറയും. റിച്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഷ്ഠാനം എന്നർത്ഥം. കൽപ്പം, റിച്വൽസ്, അനുഷ്ഠാനം. ഇപ്പൊ യാഗങ്ങളൊക്കെ നടത്തുമ്പോൾ ചില അനുഷ്ഠാനങ്ങളില്ലേ. ഇപ്പൊ ഒരാള് ജനിക്കുമ്പോൾ ചില അനുഷ്ഠാനങ്ങൾ,
കല്യാണം കഴിക്കുമ്പോഴുള്ള അനുഷ്ഠാനങ്ങൾ, മരിക്കുമ്പോഴുള്ള അനുഷ്ഠാനങ്ങൾ, അങ്ങനത്തെ സംഭവം. അതിനെയാണ് കൽപ്പം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണ് റിച്വൽസ് എന്ന് എഴുതുന്നത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത് വ്യാകരണം, ഗ്രാമർ. നമുക്ക് ഓൾറെഡി അറിയാം. വ്യാകരണം, ഗ്രാമർ. ഏത് നമുക്ക് തോന്നിയ പോലെ, നമ്മൾ തോന്നിയ പോലെ ഇംഗ്ലീഷ് പറയുന്നല്ല, അതിനൊരു വ്യാകരണം. സംസ്കൃതം ആയതുകൊണ്ട് പ്രത്യേക വ്യാകരണത്തിന് ഒരു ഡിസ്കൗണ്ടും ഇല്ല. നന്നായിട്ട് എന്ത് ചെയ്യണം? അതായത് ഒരു വാക്യത്തിന്റെ കൃത്യത, വാക്യത്തിന്റെ കൃത്യമായ രൂപം ഉണ്ടാവണമെങ്കിൽ, ഒരു വാക്യത്തിന് കൃത്യമായ ഒരു രൂപം ഉണ്ടാവണമെങ്കിൽ അവന് എന്ത് വേണം? വ്യാകരണം വേണം, ഗ്രാമർ വേണം. അതാണ് അവിടെ മനസ്സിലായോ? അപ്പൊ ഇപ്പൊ എന്തൊക്കെ വേണം? ശിക്ഷ വേണം. ഇപ്പൊ ശിക്ഷ എന്ന് പറയുമ്പോ നോക്കിക്കോ, ഞാൻ ശിക്ഷ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വരാൻ പോകുന്നത് 5VC അവതരിപ്പിക്കുന്നു, ശിക്ഷ, ഇതാ വരുള്ളൂ. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതേ വരുള്ളൂ. ശിക്ഷ എന്ന് പറഞ്ഞ ഉച്ചാരണം. കൽപ്പം എന്ന് പറഞ്ഞിട്ട് എന്താണ്? വേദ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ വേദമന്ത്രങ്ങളില് ചിട്ടകൾ, അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. അനുഷ്ഠാനങ്ങൾ, അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ജീവിതാനുഷ്ഠാനങ്ങൾ ഉണ്ടല്ലോ, അതാണ് റിച്വൽസ്. വ്യാകരണം, ഗ്രാമർ, നിരുക്തം. നേരത്തെ ഞാൻ പറഞ്ഞ നിരുക്തം, എട്ടിമോളജി എന്ന് പറയും. അതായത് എന്താ പറയാ? പദോൽപത്തി. അതാണ് അതിന്റെ മലയാളം. പദോൽപത്തി. ഒരു പദം എവിടെ നിന്ന് ഉത്ഭവിച്ചു? പദോൽപത്തി. അതുണ്ടാവണം. ഈ പദം വേദം എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി? യോഗ എന്ന വാക്ക് എവിടെ നിന്നുണ്ടായി? അതൊക്കെ പഠിച്ചാലേ ഉള്ളൂ. നമ്മൾ വെറുതെ ഇരുന്നിട്ട് തോന്നിയ പോലെ പഠിച്ച വാക്കുകൾ പഠിച്ച പോരാ. മലയാളത്തില് അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. എവിടെ നിന്ന്? ചെത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ എട്ടിമോളജിയൊക്കെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. ഓക്കെ, അപ്പൊ മനസ്സിലായി. നിരുക്തം എന്ന് പറഞ്ഞാൽ അതിന്റെ പദോൽപത്തി. ഒരു പദം എവിടെ നിന്ന് തുടങ്ങുന്നു, അവന്റെ റൂട്ട് എവിടെ നിന്നാണ്, പരിവർത്തനം എവിടെ നിന്നാണ് ഉണ്ടായത്, അതാണ് അവിടെ പഠിക്കുന്നത്. ഓക്കെ, അതാണ് നിരുക്തം. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അതുപോലെ തന്നെ അടുത്തത് ഛന്ദസ്. ഛന്ദസ് എന്ന് പറഞ്ഞ മീറ്റർ എന്നർത്ഥം. മീറ്റർ മലയാളത്തിൽ അതിനെ വൃത്തം എന്ന് എഴുതിക്കോ. വൃത്തം. നമ്മുടെ കുറെ വൃത്തങ്ങളും ഉപമകളും അങ്ങനത്തെ സംഭവങ്ങളും എനിക്ക് തീരെ അറിയില്ല. ഈ മന്ത്രങ്ങൾക്ക് ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്റർ ഇട്ട് പിടിക്കാൻ പാടില്ല. തോന്നിയ മീറ്റർ ഇട്ട് പിടിക്കാൻ പാടില്ല. പാട്ടൊക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയാം മീറ്റർ ഉണ്ട് അതിനൊക്കെ. ആ മീറ്റർ ഇട്ട് പിടിച്ചാലേ പാട്ടാവുള്ളൂ, അല്ലെങ്കിൽ വേറെ വല്ലതോ നമ്മുടെ ഗ്രൂപ്പിൽ പാടുന്ന പോലെ ഇരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. അപ്പൊ ഇതിന് സംസ്കൃതത്തിൽ അങ്ങനെയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ വേദമന്ത്രങ്ങൾക്ക് അങ്ങനെയുണ്ട്. സംസ്കൃതത്തിലല്ല, വേദമന്ത്രത്തിന് അങ്ങനെയുണ്ട്. ആ ഒരു ഈണത്തിലേ അത് പാടാൻ പാടുള്ളൂ, ആ മീറ്ററിലേ അത് പാടാൻ പാടുള്ളൂ. അതാണ് ഛന്ദസ്. മനസ്സിലായി? അന്തസ്സല്ല, ഛന്ദസ്. ഓക്കെ, എഴുതി വെച്ചോട്ടോ, അല്ലെങ്കിൽ പിന്നെ കിട്ടില്ല. അടുത്ത ജ്യോതിഷം, ആസ്ട്രോളജി. ജ്യോതിഷം നക്ഷത്രങ്ങളെ നോക്കിയിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് ജ്യോതിഷം. ആസ്ട്രോളജി. ക്ലിയർ ആയില്ലേ? ഓക്കെ, ക്ലിയർ ആണെങ്കിൽ ഒന്ന് ക്ലിയർ അടിച്ചോ. എന്നിവയാണ് വേദാംഗങ്ങൾ. അപ്പൊ വേദങ്ങളുടെ അന്തങ്ങൾ. അപ്പൊ നമ്മൾ വേദം പഠിച്ചാൽ മാത്രം പോരാ, അതിന്റെ എന്തറിയണം? അതിന്റെ ഉച്ചാരണം അറിയണം. അത് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്. തോന്നിയോടത്ത് തോന്നിയത് ഉപയോഗിക്കരുത്. ചിലര് തമാശയൊക്കെ പറയുന്നത് ആസ്ഥാനങ്ങളിൽ തമാശ പറയുന്ന പോലെ ആവാൻ പാടില്ല. അപ്പം അതിന്റെ ഫോണറ്റിക്സ് നമുക്ക് കറക്റ്റ് ആവണം. റിച്വൽസ്, ഉച്ചാരണം എപ്പോഴാണ് ചൊല്ലേണ്ടത് എന്നുള്ള അതിന്റെ ആ ചിട്ടവട്ടങ്ങളിൽ നിന്നിട്ട് വേണം. അതിന്റെ ഫുൾ ഗ്രാമർ ഉണ്ടായിരിക്കണം. അതിന്റെ എട്ടിമോളജി, അതിന്റെ പദോൽപത്തി എവിടുന്ന് തുടങ്ങിയെന്ന് അറിയണം. അതിന്റെ മീറ്റർ അറിയണം. തോന്നിയ മാതിരി കരകുരാന്ന് പാടാൻ പാടില്ല. പിന്നെ ആസ്ട്രോളജി എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോ ഒരുപക്ഷെ എപ്പോഴാണ് പാടുന്നത്, നിങ്ങൾക്ക് തോന്നിയ സമയം അതായിരിക്കും കേട്ടോ. ഞാനത് ഇപ്പോഴും മനസ്സിലായി. ഏത് സമയത്താണ് പാടിയത്? നട്ടുച്ചയ്ക്ക് ഇരുന്നിട്ട് വേദമന്ത്രങ്ങൾ പാടാവില്ല. ഇതിനൊരു സമയക്കാലൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ചന്ദ്രയാൻ അവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഉറക്കത്തിൽ നിന്ന് എണീറ്റോ അറിയില്ല. അതുപോലെ ആവരുത്. ചിലപ്പോ അതുണ്ടാവും, അതായിരിക്കും കാരണം. ഓക്കെ, ക്ലിയർ ആയിരുന്നു. എന്നെയാണോ പാട്ട് പാടുന്നത് ഉദ്ദേശിച്ച്? എന്നെയാണെന്ന് വെച്ചാൽ ഒഴിവില്ല, ഒരാരും ഞാൻ ഒഴിവാക്കണില്ല അതില്. ഓക്കെ, വ്യാസമുനി വേദത്തെ വലിപ്പവും പഠന സൗകര്യവും പരിഗണിച്ചായിരിക്കാം. ഓക്കെ, യെസ്. വ്യാസമുനി വേദത്തെ 4ആയി വിഭജിച്ച് തന്റെ 4 ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു. നോക്കിയോ, നേരത്തെ പറഞ്ഞ പേരുകൾ. ഋഗ്വേദം പൈലനെയും, യജുർവേദം വൈശമ്പായനെയും, സാമവേദം ജൈമിനിയെയും, അഥർവവേദം സുഹന്തുവിനെയും പഠിപ്പിച്ചു. ഇവരിലൂടെ വേദം പ്രചരിപ്പിച്ചു എന്നാണ് സങ്കല്പം. ഓക്കെ, യെസ്. അടുത്തത് ഹെഡ്ലൈൻ ഒന്ന് എഴുതിക്കോ. ഉപവേദം ഹെഡ്ലൈൻ ആയിട്ട് അവിടെ എഴുതിക്കോ. അടുത്ത പാരഗ്രാഫിന്റെ മുകളിലായിട്ട് ഉപവേദം എന്ന് എഴുതി വെച്ചോളൂ. ഉപവേദം. ഉപവേദം എന്ന് പറഞ്ഞാൽ എന്താ? ഉപവേദം എന്ന് വെച്ചാല് എന്ന് പറഞ്ഞാൽ അടുത്ത് വേദത്തിന്റെ ഉപയോഗ. ഒറിജിനൽ യോഗയല്ല, കുറച്ച് അഡീഷണൽ ആയിട്ട് യോഗ. നമ്മൾ അറിയില്ലേ, സൂര്യനമസ്കാരം നേരിട്ട് ചെയ്യണമെന്ന് കുഴപ്പമൊന്നുമില്ല. സൂര്യനമസ്കാരം തന്നെ ലൂസിനിങ്, എന്നാലും സൂര്യനമസ്കാരത്തിന് വേണ്ടി ഒരു ഇച്ചിരി ലൂസിനിങ് ചെയ്യാന്ന് പറയില്ലേ, അതാണ് അഡീഷണൽ ആയിട്ട്.
ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറിജിനൽ വേദത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. ഇച്ചിരി ഗുണം കുറഞ്ഞവയാണ്, മറ്റേതിന്റെ അത്ര സൂര്യനമസ്കാരത്തിന്റെ അത്ര ഗുണമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതാണ് ഉപവേദത്തിന്റെ അർത്ഥം. എഴുതി വെച്ചോ. ഓക്കെ, ഹെൽപ്പ് ചെയ്യാനുള്ളത്. ഓരോ വേദത്തിനും ഒരു ഉപവേദം കൂടി ഉണ്ട്. അപ്പൊ ഓരോ വേദത്തിന് അതിന്റെ ഉപവേദങ്ങളുണ്ട്. കാരണം അത്രയും സ്ട്രോങ് അല്ലവൻ, എന്നാൽ അതിന്റെ ഒപ്പം നിൽക്കുന്നതാണ്. ഓക്കെ, നോക്കിയോളൂ. ഋഗ്വേദത്തിന്റെ ഉപവേദമാണ് ആയുർവേദം. അപ്പൊ ഋഗ്വേദത്തിൽ പെട്ടതാണ് ആയുർവേദം. അപ്പൊ ഋഗ്വേദത്തിലെ മന്ത്രങ്ങളിൽ അത്ര സ്ട്രോങ് അല്ല, എന്നാൽ അവന്റെ അഡീഷണൽ ആയിട്ട് നിൽക്കുന്നു. ഓക്കെ, ഉപവേദം ആയുർവേദം. യജുർവേദത്തിന്റെ ഉപവേദം ധനുർവേദം. ധനുർ എന്ന് പറഞ്ഞാൽ ആയുധങ്ങളായിട്ട് യുദ്ധങ്ങളെ കുറിച്ചിട്ടുള്ളത്. ആയുർവേദം നമുക്കറിയാലോ, ശരീര ഹെൽത്തിനെ കുറിച്ചിട്ടുള്ളത്. ധനുർവേദം. സാമവേദത്തിന്റെ ഗന്ധർവവേദം സംഗീതം. അതാണ് നമ്മൾ ഗാനഗന്ധർവൻ എന്നൊക്കെ പറയേണ്ട കാരണത, ആ വാക്ക് വന്നത് അവിടെ നിന്നാണ് കേട്ടോ. യെസ്, ഗന്ധർവവേദം. അഥർവവേദത്തിന്റെ ഉപദേശവേദം അർത്ഥവേദം. അർത്ഥവേദം എന്ന് പറഞ്ഞാൽ ശില്പശാസ്ത്രവും അർത്ഥവേദത്തിൽ അന്തർഭവിക്കുന്നു. ശില്പങ്ങൾ, കൊത്തുപണികളെ കുറിച്ചിട്ടുള്ളതാണ് അതിൽ വരുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും മതി. കറക്റ്റ് 8 മണി 1/2 ക്ലാസ് എടുത്ത് 1/2 മണിക്കൂർ തള്ളി മറച്ചു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച നോക്കുമ്പോ എവിടെ അവസാനിച്ചു എന്ന് അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അടുത്ത് നമുക്ക് വായിക്കുന്നത് വേദാർത്ഥ ചിന്തകൾ. അച്ചിരി ബുദ്ധിമുട്ടാണ് വേദാർത്ഥ ചിന്തകൾ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശാഖകൾ, ഉപവേദം, ശാഖകൾ എന്ന് പറയാം. ശാഖകൾ മറ്റു വേദ അംഗങ്ങളാണ് ശാഖകളായിട്ട് വരിക. വേദാംഗങ്ങളെ നമുക്ക് ശാഖകൾ എന്ന് പറയാം. ഓക്കെ, ഇത് ഉപവേദമാണ്. അഡീഷണൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുക. അതായത് നിങ്ങൾ ഒരു 5000 രൂപയുടെ സാരി എടുത്താൽ ഒരു ടവൽ ഫ്രീ 10 രൂപയുടെ. ഉപസാരി, സാരിയുടെ അത്ര വലിപ്പില്ലെങ്കിലും ഉപയായിട്ട് കിട്ടുന്നതാണ്. 5000 രൂപയുടെ സാരി എടുത്താൽ 10 രൂപയുടെ ടവൽ ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറയാം. അതാണ് ഉപവേദം. ഓക്കെ, അത്ര കുറവൊന്നുമല്ല, ഞാൻ അറിയാൻ വേണ്ടി മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ നിർത്താം. അപ്പൊ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും സന്തോഷത്തോടെ ആനന്ദത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും എഴുതേണ്ടി പെട്ടെന്ന് വിട്ടോ, വേണ്ട, ഇനി അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും വീണ്ടും സന്ധിപ്പും വരെ.